ആ. ഓം ശ്രീ ഗണേശ ശരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. ഓം നമോ ഭഗവതേ സായി ദേവായ. നമ്മളുടെ പിന്നെ 70ാമത്തെ ഭാഗമാണ് സനാതന കഥാമൃതം. ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ തന്നെ ഭാഗവതത്തിന്റെ 42ാമത്തെ കഥ, 42ാമത്തെ ദിവസമാണ് ഭാഗവത കഥ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. ജന്മാദ്യസ്യ യഥോന്യയാദിതരതശ്ചാർത്ഥേ അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ഭാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയം ഉദീരയേത്. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരജഞ്ജല അസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രവിനാശായ ശ്രീകൃഷ്ണായ നമോ നമഃ. നമ്മള് ഉദ്ധവഗീത, ഭഗവാന്റെ ഉദ്ധവഗീതയിലായിരുന്നു നിന്നത്. അതൊന്ന് ചുരുക്കി നമുക്ക് പോവാം. ഭഗവത്ഗീത തന്നെയാണ് ഭഗവാൻ ഉദ്ധവഗീതയിലും പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അർജുനന് ഞാൻ ഉപദേശിച്ചു കൊടുത്തു ഇതെല്ലാം. അർജുനന് ഇങ്ങനെ യുദ്ധം ചെയ്യാൻ വയ്യ, സ്വധർമ്മം അനുഷ്ഠിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നപ്പം ഇത് പറഞ്ഞു കൊടുത്തിട്ടാണ് അർജുനനെ ഞാൻ ഉത്തേജിപ്പിച്ചത് എന്ന് ഭഗവാൻ തന്നെ ഉദ്ധവരോട് പറയുന്നുണ്ട്. അപ്പൊ ഉദ്ധവൻ ചോദിച്ചു, ഭഗവാനെ, ഈ വേദജ്ഞന്മാര് ശ്രേയസ് സാധനങ്ങളായിട്ട്, അതായത് ശ്രേയസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കുറെ ഉപദേശിക്കുന്നുണ്ടല്ലോ, അവ ഒന്നുപോലെ പ്രധാനങ്ങളാണോ എന്ന് ചോദിച്ചു. അപ്പം ഭഗവാൻ പറഞ്ഞു, പ്രളയകാലത്തിൽ നഷ്ടമായി പോയ വേദത്തെ ഞാൻ തന്നെയാണ് ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തത്. ബ്രഹ്മാവ് അത് പ്രഥമപുത്രനായ മനുവിനെ ഉപദേശിച്ചു. മനുവിൽ നിന്നും ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ ഭൃഗു, മരീചി, അത്രി, അങ്കിരസ്, പുലസ്തൻ, പുലഹൻ, ക്രതു എന്നുള്ള 7 മഹർഷിമാർക്ക് അതായത് സപ്തർഷികൾക്ക് അത് ലഭിച്ചു. പിന്നെ അവരത് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും, ദേവന്മാർക്ക്, വിദ്യാധരന്മാർക്ക്, ദാനവന്മാർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പം ഈ സാധനങ്ങളുടെ ഫലമായിട്ട് കിട്ടുന്ന ലോകങ്ങൾ കർമ്മഫലങ്ങളാൽ ആദിയും അന്തവും ഉള്ളവയും മേൽക്കുമേൽ ദുഃഖകരങ്ങളും മോഹപൂലങ്ങളും ഒക്കെ ആയിത്തീരുന്നു. അതായത് ശ്രേയസിനെ തന്നെ ബഹുവിധമായിട്ട് പറയുന്നുണ്ട്. ധർമ്മം, യശസ്, കാമം, സത്യം, ദമം, ശമം, പിന്നെ ഐശ്വര്യം, ത്യാഗം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ സാധനങ്ങളാണെങ്കിലും കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പം അതിൻ്റെതായ ഫലങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പം പിന്നെ ഏത് രൂപത്തിലാണ് ഇപ്പം ഞങ്ങൾ അങ്ങയെ ധ്യാനിക്കേണ്ടത് എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, സമമായ ആസനത്തിൽ, അല്ലാതെ യഥാസുഖം നമുക്ക് സുഖകരമായ ഒരു ആസനം, നമുക്ക് ദേഹത്തിന് അസ്വസ്ഥത തോന്നാത്ത രീതിയിലുള്ള ഒരാസനത്തില് കൈകൾ മടിയിൽ വെച്ച് ദൃഷ്ടി പിന്നെ നാസാഗ്രത്തിൽ ഉറപ്പിപ്പിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ലയിച്ച് പൂരകം, കുംഭകം, രേചകം എന്ന ക്രമത്തിൽ, അല്ലെങ്കിൽ വിപരീത ക്രമത്തിൽ, അതായത് രേചകം, കുംഭകം, പൂരകം എന്ന് പറഞ്ഞിട്ട് പ്രാണനെ, അതായത് പ്രാണായാമം ചെയ്യണം എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്.
അങ്ങനെ പ്രാണായാമം ചെയ്ത് നമ്മളുടെ മനസ്സിനെ ദൃഢമാക്കിക്കൊണ്ട് നമ്മുടെ മൂലാധാരം തൊട്ട് പൊങ്ങി ഭഗവാന്റെ സഹസ്രാരധാരം എത്തിക്കുന്ന രീതിയിൽ ഓരോ ഈ ഭഗവാൻ പറയണത് ഇങ്ങനെ രേചകം പൂജ നമ്മുടെ ഈ പ്രാണായാമം ദിവസേന 10 പ്രാവശ്യം വീതം 3 സന്ധ്യകളിലും ചെയ്യണം. 3 സന്ധ്യകളിലും നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ പിന്നെ ഭഗവാന്റെ ആ ഒരു സമാധി അവസ്ഥയിലൊക്കെ എത്താനായിട്ട് നമുക്ക് സാധിക്കും. ഭഗവാനെ ഇങ്ങനെ ഭാവന ചെയ്തുകൊണ്ട് കൃത്യമായ സ്ഥലത്ത് കൃത്യമായ ആസനത്തിൽ ഇരുന്നുകൊണ്ട് കൃത്യമായ രീതിയിൽ വേണം ധ്യാനം ലയിക്കാൻ എന്ന് പറയണം. അങ്ങനെ അതീവ തീവ്രമായ ധ്യാനത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കി നിൽക്കുന്ന ഒരു യോഗിക്ക് പിന്നെ പിന്നെ ദൃശ്യം ദർശനം ദ്രഷ്ടാവ് എന്ന ഭ്രമമൊക്കെ നശിക്കും. ഞാൻ കാണുന്നു, ഞാൻ കാണുന്ന കാഴ്ചയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഭ്രമങ്ങളൊക്കെ നശിച്ച് ആ ഒരു ഭഗവാനും ഞാനും ഒന്നാണ് എന്നുള്ള തത്വമസി എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേരും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഭഗവാൻ പിന്നെ പറയുകയാണ്, ഇങ്ങനെ ഒരു വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഇങ്ങനെ യോഗം ചെയ്യുന്ന ഒരു യോഗിക്ക് സിദ്ധികൾ ഉണ്ടാവും, നല്ല സിദ്ധികൾ ഉണ്ടാവും. എന്തൊക്കെയാണ് സിദ്ധികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ പറഞ്ഞു അഷ്ടസിദ്ധികൾ എനിക്ക് സ്വാഭാവികമായിട്ടുള്ളതാണ്. അഷ്ടസിദ്ധികൾ എന്തൊക്കെയാണ്? അണിമ, മഹിമ, ഗരിമ, ലഘിമ, ഈശിത്തം, വശിത്തം, പ്രാകാശ്യം, പ്രാകാമ്യം, ഇങ്ങനെയുള്ള 8 പിന്നെ കാര്യങ്ങള് ഇഹത്തിലും പരത്തിലുമുള്ള വസ്തുക്കൾ യഥേഷ്ടം കാണാനും കേൾക്കാനുമുള്ള ശക്തിയാണ്. അങ്ങനെ ഭഗവാൻ ഓരോന്നിനെ, അതായത് അണിമ എന്ന് വെച്ചാൽ എന്താണ്? സത്വഗുണ പ്രധാനമായ പിന്നെ സാധനകൾ ചെയ്യുന്നവർക്കാണ് ഇങ്ങനത്തെ സിദ്ധികളൊക്കെ സിദ്ധിക്കുക. ഈ സിദ്ധി സാധന ചെയ്യുന്നത് കൊണ്ട് സിദ്ധിക്കും. ഭഗവാൻ അത് നാച്ചുറലാണ്, നമുക്ക് നാച്ചുറൽ അല്ല. നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു യോഗാവസ്ഥയിൽ എത്താൻ പറ്റുകയാണെങ്കിൽ ഈ സിദ്ധികൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ യോഗികളൊക്കെ ഒരുപാട് സിദ്ധന്മാരായിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ശങ്കരാചാര്യ സ്വാമികൾക്കൊക്കെ പരകായ പ്രവേശനം എന്നൊക്കെ പറഞ്ഞുള്ള എല്ലാ സിദ്ധികളും വിചാരിച്ച സമയത്ത് അമ്മയുടെ അടുത്ത് എത്താൻ സാധിക്കുന്നതൊക്കെ സിദ്ധികളാണ്. അതൊക്കെ ആണ് ഭഗവാൻ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഭഗവാൻ പറയുന്നത് ദേഹത്തെ ചെറുതാക്കുക, വലുതാക്കുക, ഭാരമുള്ളതാക്കുക, ഭാരം കുറയ്ക്കുക, അതാണ് അണിമ ഗരിമ എന്നൊക്കെ പറയുന്നത്. പിന്നെ പ്രാകാശം തന്നെ ഇഷ്ടമുള്ള വസ്തുക്കളെ ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിലും കാണാനുള്ള കഴിവ്. അതുപോലെ ആവശ്യമുള്ളപ്പോഴത്തേക്കും ഏതിനും ആകർഷിക്കുവാനുള്ള കഴിവാണ് വശിത്വം. ഈശത്വം എന്ന് പറഞ്ഞാല് എല്ലാവരെയും, മറ്റുള്ളവരെ നമ്മളുടെ ആജ്ഞ, നമ്മളുടെ മനസ്സുകൊണ്ട് തന്നെ പ്രവർത്തിപ്പിക്കുവാനുള്ള കഴിവാണ് ഈശിത്വം എന്ന് പറയുന്നത്. അതായത് ഈശ്വരൻ അങ്ങനെയല്ലേ ചെയ്യുന്നത്, അത് ഈശ്വരന്റെ ഒരു കഴിവല്ലേ നമ്മളെയൊക്കെ കൊണ്ട് ഇങ്ങനെ പാവ കളിപ്പിക്കുന്നത്. ആ സിദ്ധികള് ഈ യോഗികൾക്കും ഉണ്ടാവും. അങ്ങനെ ഈ 8 സിദ്ധികളും കഴിഞ്ഞാല് പിന്നെ ദൂരശ്രവണം, ദൂരദർശനം, മനോജവം, ഇങ്ങനെയുള്ള ബാക്കി ഒരുപാട് പരകായ പ്രവേശനം, സ്വച്ഛന്ദ മൃത്യുത്വം, ഭീഷ്മന് ലഭിച്ച സ്വച്ഛന്ദ മൃത്യുത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാലക്രമേണ പിന്നെയും വരും. അത് മാത്രമല്ല സ്തംഭനം, അപരാജിതത്വം, അഗ്നി, അർക്കൻ, ജലം, വിഷയമൊക്കെ സ്തംഭിപ്പിക്കുക, ഇങ്ങനെയുള്ള പിന്നെ കുറച്ച് പിന്നെ അത് പക്ഷെ അത് യോഗസാധന സിദ്ധികളാണെങ്കിലും അവ ക്ഷുദ്രസിദ്ധികളായിട്ടാണ് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള സിദ്ധികളും ലഭിക്കും. അതുകൊണ്ടാണ് നമ്മൾ കേട്ടിട്ടില്ലേ, മറ്റുള്ള ഒരു എന്താ പറയാ സ്തംഭനം ചെയ്ത് നമ്മൾ മന്ത്രവാദികളൊക്കെ ഒരാള് കൈപൊക്കാൻ വയ്യാതാവുന്ന സ്തംഭനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഥകൾ കേട്ടിട്ടില്ലേ? പണ്ട് ഐതിഹ്യമാലയിലേക്ക് അങ്ങനത്തെ കഥകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ തന്നെ ലഭിക്കുന്നത് എങ്ങനെയാണ്? ഈ സിദ്ധികളൊക്കെ ലഭിക്കുന്നത് കൃത്യനിഷ്ഠയോടുകൂടി പ്രാണായാമവും സാധനകളും അനുഷ്ഠിച്ച് യോഗം ചെയ്ത് ഭഗവാനുമായിട്ട് യോജിക്കുന്നതുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നതെന്ന് പറയണം. എന്നിട്ട് അപ്പൊ ഉദ്ധവർ ചോദിച്ചു, ഭഗവാനല്ലേ, അങ്ങല്ലേ എല്ലാത്തിന്റെയും പ്രഭവസ്ഥാനം, അങ്ങല്ലേ എല്ലാത്തിനെയും പരിപാലിക്കുന്ന ആള്, അങ്ങ് തന്നെയല്ലേ എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കുന്നതും നശിപ്പിക്കുന്നതും. അങ്ങനെ അതേ സമയം പിന്നെ അനാദ്യനും അനാവൃതവുമായ സാക്ഷാൽ പരബ്രഹ്മവും അവിടുന്ന് തന്നെയാണ്. അപ്പം ഈ ഉച്ച നീച ജാതികളിലെല്ലാം അങ്ങ് ഒരുപോലെയാണല്ലോ വർത്തിക്കുന്നത്. അപ്പൊ കാരണശുദ്ധി ഇല്ലാത്തവർക്ക് അത് അറിയാൻ സാധിക്കില്ല. അപ്പൊ ഏതേത് വസ്തുക്കളിൽ വാഴുന്നവനായിട്ടാണ് അങ്ങയെ ഞങ്ങൾ പൂജിക്കേണ്ടത്? മഹാഋഷികളൊക്കെ അങ്ങയെ ഏത് രീതിയിലാണ് പൂജിച്ചിട്ടാണ് അങ്ങയെ പ്രാപിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, ഈ കാണായ സകല ലോകത്തിനും സകല ഭൂതങ്ങൾ ജീവജാലങ്ങൾക്കും ആത്മാവും രക്ഷകനും നിയന്താവും ഞാൻ തന്നെ ആകുന്നു.
സകല ഭൂതങ്ങളും ഞാൻ തന്നെയാണ്, ഞാൻ തന്നെയാണ്. അവയുടെ സൃഷ്ടിസ്ഥിതി സംഹാരകനും ഞാനാണ്. സംസാരികളുടെ പരമഗതിയും അന്യരെ സ്വാധീനപ്പെടുത്തുന്നതിൽ കാലവും ത്രിഗുണസാമ്യമായ പ്രകൃതിക്ക് ആശ്രയഭൂതനും സഗുണ വസ്തുക്കളിലെ സ്വാഭാവിക ഗുണവും ഞാനാണ്. സർവകർമ്മകാര്യങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ക്രിയാശക്തിയും സൂത്രവും ജ്ഞാനശക്തി പ്രധാനമായ മഹത്തത്വവും ജീവൻ, ഗുണി, ഗണം എല്ലാ സർവഭാവങ്ങളിലും വർത്തിക്കുന്നത് ഞാൻ തന്നെയാണ്. കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളാണ് ഉണ്ടിരിക്കുന്നത്. കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിച്ച എന്റെ വിഭൂതികളാണ് അവിടെ മുഴുവൻ. ആ വിഭൂതികള് നിങ്ങൾക്ക് ഒരു പക്ഷേ പിന്നെ ഈ ഭൂലോകത്തിലെ സകല മണൽത്തരികളും ഒരുപക്ഷെ എണ്ണി തീർക്കാൻ സാധിക്കും. പക്ഷെ എന്റെ വിഭൂതികൾ നിങ്ങൾക്ക് ഒരിക്കലും എണ്ണി തീർക്കാൻ സാധിക്കില്ല. അപ്പം എന്താണ് ഭഗവാന്റെ വിഭൂതികളുടെ അളവെന്ന് ആലോചിച്ചോളൂ. ഭഗവാൻ തന്നെ പറയാണ്, ഒരുപക്ഷെ നിങ്ങൾ ശ്രമിച്ചാല് ഭൂമിയിലെ മണൽത്തരികൾ നിങ്ങൾക്ക് അളക്കാൻ പറ്റും, പക്ഷെ എന്റെ മഹിമകൾ അളക്കാൻ പറ്റില്ല എന്ന് ഭഗവാൻ പറയാണ്. അപ്പം എന്റെ വിഭൂതികളില് തേജസ്, സമ്പത്ത്, കീർത്തി, ഐശ്വര്യം, ലജ്ജ, ത്യാഗം, സൗന്ദര്യം, സൗഭാഗ്യം, വീര്യം, തിതിക്ഷ, വിജ്ഞാനം എന്നുള്ള സർവസമ്പൽ ഗുണങ്ങളും നിറഞ്ഞു കിടക്കുന്നതാണ് എൻ്റെ ഇത്. വാക്ക്, മനസ്സ്, ജീവൻ, ഇന്ദ്രിയങ്ങൾ ഇതിനെ എല്ലാം അടക്കി സാത്വിക ബുദ്ധിയോടുകൂടി സംസാരമാർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് കുറച്ചൊക്കെ എന്നെ അറിയുവാനായിട്ട് സാധിക്കും. അപ്പം ഉദ്ധവർ ചോദിച്ചു, വർണ്ണാശ്രമങ്ങള് ഭഗവാനാൽ മയാകൃതം എന്നാണല്ലോ ഭഗവാൻ പറഞ്ഞത്. അപ്പൊ അതെങ്ങനെയാണ് സ്വധർമ്മം അനുഷ്ഠിച്ചാൽ എങ്ങനെയാണ് അങ്ങയിൽ ഭക്തി ഉണ്ടാവുക? അതായത് വർണ്ണാശ്രമ പ്രകാരം അങ്ങനെ സ്വധർമ്മം അനുഷ്ഠിക്കും. ഓരോ വർണ്ണത്തിലുള്ളവർക്ക് അവരുടെ സ്വധർമ്മം അനുഷ്ഠിക്കും. എങ്ങനെയാണ് അങ്ങയെ പ്രാപിക്കുക? അപ്പൊ ഭഗവാൻ പറയണം, വർണ്ണാശ്രമാചാരങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ഭക്തിപ്രദവും മുക്തിപ്രദവുമായ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദിയിൽ കൃതയുഗത്തിൽ മനുഷ്യരെല്ലാവരും ഹംസവർണ്ണത്തിൽപ്പെട്ടവരായിരുന്നു. അവർക്ക് പ്രത്യേക വർണ്ണങ്ങളുണ്ട്. എല്ലാവരും ഒരേ വർണ്ണത്തിൽപ്പെട്ടവരായിരുന്നു. അന്ന് പ്രജകളെല്ലാം ജന്മനാ തന്നെ കൃതകൃത്യരായിരുന്നു. അവര് സമ്പൂർണരായിരുന്നു. അതാണ് ആ യുഗത്തിന് കൃതയുഗം എന്നുള്ള പേര് വന്നത്. അവർക്ക് വേദം, ആദ്യം പ്രണവരൂപം, എല്ലാം പ്രണവം. അവർക്ക് പ്രണവം തന്നെയാണ് എല്ലാം. അതുകൊണ്ട് അവര് പാപം ഇല്ലാത്തവരും തപോനിഷ്ഠരുമായ ആളുകളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഋക്ക്, യജുസ്, സാമം എന്നീ വേദങ്ങളും അവയുടെ ഹോതാവ്, അധൈര്യ, ഉദ്ഗതാവ് എന്നതൊക്കെ യാഗവും ഒക്കെ ഉണ്ടായി. അത് ത്രേതായുഗത്തില്. ത്രേതായുഗം വന്നപ്പം വ്യത്യാസമുണ്ടായി. കൃതയുഗത്തിലെ പോലെ ഹംസവർണ്ണരായിരുന്നില്ല, കൃതകൃത്യരായിരുന്നില്ല. അതുകൊണ്ട് ഈ യാഗങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു അവർക്ക്. അങ്ങനെ യാഗം ഉണ്ടായപ്പം വിരാട് പുരുഷന്റെ, അതായത് ഭഗവാനാണ് വിരാട് പുരുഷൻ. വിരാട് പുരുഷന്റെ മുഖത്തു നിന്നും വിപ്രനും ബാഹുവിൽ നിന്ന് ക്ഷത്രിയനും ഊരുവിൽ നിന്ന് തുടകളിൽ നിന്ന് വൈശ്യനും പാദങ്ങളിൽ നിന്ന് പിന്നെ ശൂദ്രരും ഉണ്ടായി എന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, ഇവരെല്ലാവരും തന്നെയും പിന്നെ ജനങ്ങളുടെ സ്വഭാവം ഉച്ചനീചങ്ങളൊക്കെ ആയിത്തീർന്നു. അപ്പൊ ഓരോ യുഗം ചെല്ലുന്തോറും മനുഷ്യരുടെ സ്വഭാവത്തിന് അധപ്പതനം ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ത്രേതായുഗത്തിൽ. അതിന് ദ്വാപരയുഗത്തിൽ വന്നപ്പോഴത്തേക്കും ഈ വർണ്ണാശ്രമങ്ങളെല്ലാം കൂടുതലായിട്ട് പിന്നെ തീക്ഷ്ണമായിട്ട് ആചരിക്കുവാനായിട്ട് തുടങ്ങി. അതിൽ തന്നെ പിന്നെ ബ്രാഹ്മണരെ യാഗാദികളും അവരുടെ പ്രധാന ജോലി എന്ന് വെച്ചാൽ ഈശ്വരനെ അറിയുവാനുള്ള മാർഗങ്ങൾ മാത്രമേ അവർക്ക് വിധിച്ചിട്ടുള്ള സ്വധർമ്മമുള്ളൂ. അവരുടെ സ്വധർമ്മം അത് മാത്രമാണ്. വേദശാസ്ത്രാദി പഠനം, അതിനെ വർദ്ധിപ്പിക്കുക, അതിനെ പറഞ്ഞു കൊടുക്കുക, അതിനെ പ്രചരിപ്പിക്കുക, ഭഗവത് പൂജകൾ ചെയ്യുക, ഇതായിരുന്നു ബ്രാഹ്മണർ. ക്ഷത്രിയർ എന്ന് വെച്ചാല് പിന്നെ ഉദ്യമം, ധൈര്യം, സ്ഥിരത, പിന്നെ പ്രജാപരിപാലനം, ഇതൊക്കെയാണ് ക്ഷത്രിയരുടെ ഇത്. പിന്നെ അവർക്കും ബ്രാഹ്മണ സേവനമുണ്ട്. അപ്പം ബ്രാഹ്മണർ വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അവർ ഈശ്വര പൂജ ചെയ്യുന്നവര്. അപ്പൊ അവരെ സംരക്ഷിക്കുന്ന ജോലി കൂടെ ക്ഷത്രിയരുടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈശ്യരാണെങ്കിൽ ധനസമ്പാദനത്തിൽ അലംഭാവം കാണിക്കാൻ പാടില്ല. ശരിയായ ജോലികൾ ചെയ്തുകൊണ്ട് ധനം സമ്പാദിക്കണം. അത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, അവനവന് വേണ്ടിയിട്ടല്ല. അങ്ങനെ അവര് ദ്വിജന്മാർ, ഗോക്കൾ എന്നിവരെയൊക്കെ പിന്നെ സംരക്ഷിച്ചുകൊണ്ട് പണം ഉണ്ടാക്കി സമൂഹത്തിന് ആവശ്യമായ രീതിയിൽ അതൊക്കെ ഉപയോഗിക്കുന്നതാണ് വൈശ്യർ. ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് വൈശ്യവർണ്ണം ഉണ്ടായത്. അതാണ് ക്രയവിക്രയമാണ് അവരുടെ സ്വധർമ്മം. ശൂദ്രരുടെ സ്വധർമ്മം എന്താണ്? ഈ മൂന്ന് വർണ്ണങ്ങളും അവരവരുടേതായ സ്വധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് അവർക്ക് സേവനം ചെയ്യുക, അവർക്ക് വേണ്ടതായ എല്ലാ സേവനങ്ങളും നൽകി
പിന്നെ അവരെ സേവിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ജോലിയാണ് ശൂദ്രർക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ അങ്ങനെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം എങ്ങനെയാണ് ഈ ദ്വിജനാകുന്ന, ദ്വിജൻ എന്ന് വെച്ചാൽ രണ്ടാമത്തെ ജന്മം ലഭിച്ചവെന്നാണ് അർത്ഥം. അപ്പം ജനിക്കുമ്പോ എല്ലാവരും ഒരുപോലെയാണ്. പിന്നെ ഉപനയനം കഴിയുമ്പോഴാണ് പിന്നെ ഈ ബ്രാഹ്മണ വർഗത്തിലുള്ളവർ ദ്വിജനായി മാറും. അത് കഴിഞ്ഞിട്ട് അവര് ഈ ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടിയുള്ള വർക്കുകളൊക്കെ ചെയ്ത് അവര് ബ്രഹ്മനിഷ്ഠരായിട്ട് തീരുമ്പോഴാണ് അവരെ ബ്രാഹ്മണർ എന്ന് വിളിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ വേദജ്ഞന്മാർ അവര് ഗുരു അനുവദിക്കുന്നത് പിന്നെ ഗുരുകുലത്തിൽ താമസിച്ചുകൊണ്ട് വേദാധ്യയനം ചെയ്തുകൊണ്ട് അവര് നൽകുന്നത് എന്തോ അത് മാത്രം സ്വീകരിച്ചുകൊണ്ട് ഗുരുവിനെ സേവിക്കുക. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി. അവരുടെ ധർമ്മം അതാണ്, വർണ്ണധർമ്മം. അങ്ങനെ വേദജ്ഞന്മാര് പ്രാപിക്കുന്ന ബ്രഹ്മലോകത്തെ പ്രാപിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവര് നൈഷ്ഠിക ബ്രഹ്മചര്യം ആചരിക്കണം. അതായത് അവര് അപ്പം വിവാഹമൊന്നും കഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഗുരുകുലവാസം കഴിഞ്ഞാല് പിന്നെ ബ്രഹ്മചര്യം കഴിഞ്ഞാല് ഗുരുകുലവാസം കഴിയുമ്പോൾ ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കാം. ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക്, അല്ല എനിക്ക് ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയുള്ള വർക്കാണ് ചെയ്യണം എന്നുള്ളവര് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടിരിക്കണം. അവർക്ക് യാതൊരു തരത്തിലുള്ള ഭോഗങ്ങളിലുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവാതെ ഇരിക്കണം. അപ്പം ഗാർഹസ്ഥ്യം ആഗ്രഹിക്കുന്നവര് നമുക്ക് സദൃശ്യായിട്ടുള്ള, ഇഷ്ടം പോലെ ഒന്നും വിവാഹം ചെയ്യാൻ ഭഗവാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് സദൃശ്യയും കുലത്തിന് യോജിക്കുന്നതും സ്വഭാവത്തിന് യോജിക്കുന്നതുമായ സ്ത്രീകളെയാണ് ഭാര്യമായിട്ട് തന്റെ പ്രായത്തിൽ കുറഞ്ഞവരുമായിരിക്കണം. തന്റെ പ്രായത്തെക്കാൾ കുറഞ്ഞവരുമായ സ്ത്രീകളെയാണ് അവർ സ്വീകരിക്കേണ്ടത്. അവരെന്നിട്ട് പിന്നെ അഥവാ ഇനി അവര് പിന്നെ ബ്രാഹ്മണന് ഇപ്പൊ ഈ നൈഷ്ഠ്യ ബ്രഹ്മചര്യമായിട്ട് ജീവിക്കുന്ന ബ്രാഹ്മണന് കഠിനമായ ജോലികളൊന്നും ചെയ്യാൻ വയ്യ, തപസ്സാണ് ചെയ്യണമെന്ന് ആഗ്രഹമെങ്കിൽ അദ്ദേഹം എന്താ ചെയ്യണത്? ഒന്നും തന്നെ സമ്പാദിക്കുവാനായിട്ട് ശ്രമിക്കാൻ പാടില്ല. കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടണം. ഇനി അഥവാ ഒന്നും കിട്ടിയില്ലെങ്കിലും വയലിലോ അങ്ങാടിയിലോ വീണ് കിടക്കുന്ന, എല്ലായിടത്തും ധാന്യങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ ചാക്കിന്നൊക്കെ വീണ് കിടക്കുമല്ലോ, അങ്ങനത്തത് വേണം എടുത്ത് കഴിക്കാൻ. അല്ലാതെ അവര് സമ്പാദ്യം അവർക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല. അത്ര തീഷ്ണമായിട്ടുള്ള പിന്നെ ധർമ്മങ്ങളാണ് അവര് ആചരിക്കേണ്ടത്. ഗൃഹസ്ഥനാണെങ്കിൽ സ്വധർമ്മത്താൽ അവരെ സ്വധർമ്മം അനുഷ്ഠിച്ചിട്ട് എന്നെ ഭക്തിയോട് പ്രാർത്ഥിച്ച് ഗൃഹത്തിൽ തന്നെ പാർത്തുകൊണ്ട് സന്താനങ്ങളെയൊക്കെ വളർത്തി വലുതാക്കിയ ശേഷം അവർക്ക് വാനപ്രസ്ഥം സ്വീകരിക്കാം. അതിലും കുറച്ചും കൂടെ നല്ലൊരു ഉയർന്ന രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സന്യാസവും സ്വീകരിക്കാം. ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാല് വാനപ്രസ്ഥം തന്നെ ചെയ്തോളണമെന്നില്ല. വാനപ്രസ്ഥത്തിനേക്കാളും ഉപരിയായിട്ടൊരു സ്റ്റേജില് ഈ സാധനങ്ങളിലൂടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സന്യാസത്തിലേക്കും പോകാം. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സന്യാസം സ്വീകരിക്കാം. വനവാസം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ പിന്നെ തന്നെത്താനെയോ അല്ലെങ്കിൽ ഭാര്യയോട് ഒരുമിച്ചോ വാനപ്രസ്ഥത്തിന്, നമ്മുടെ പഴയ യോഗിമാരെല്ലാവരും തന്നെ വാനപ്രസ്ഥത്തിന് വലിയ രാജാക്കന്മാരൊക്കെ വാനപ്രസ്ഥത്തിന് വലിയ ഭാര്യാസമേതം വാനപ്രസ്ഥത്തിന് പോകും. അല്ലാതെയും പോവാം, തന്നെത്താനെയും പോകാം. കർമ്മങ്ങളുടെ ഫലമായിട്ട് ലഭിക്കുന്ന ലോകങ്ങൾ നരക തുല്യമാണെന്നറിഞ്ഞ് അവയിൽ വിരക്തി വന്നാൽ മാത്രമേ സന്യസിക്കാൻ പാടൂ. സന്യസിക്കണമെങ്കിൽ ലോക ജീവിതത്തോട് പൂർണ്ണമായ വിരക്തി ഉണ്ടാവണം. എന്നാൽ മാത്രമേ വിരക്തൻ സർവവും പുരോഹിതൻ ദാനം ചെയ്ത് ഗുരു ഉപദേശപ്രകാരമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് വേണം കഴിയാൻ. മനസ്സിലായില്ല? അവർക്ക് സ്വേച്ഛയ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗുരുവിന്റെ അനുഗ്രഹത്തോടുകൂടി ആദേശത്തോടുകൂടി അദ്ദേഹം പറയുന്നതെല്ലാം അനുസരിച്ചുകൊണ്ട് പരിവ്രാജകൻ നമ്മുടെ വിവേകാനന്ദ സ്വാമിക്ക് പരിവ്രാജകൻ എന്ന് വെച്ചാൽ ഉടുത്ത വസ്ത്രം മാത്രം, രണ്ടാമതൊരു വസ്ത്രം പോലും കരുതില്ല. ഭക്ഷണത്തിനുള്ള യാതൊരു കാര്യവും കയ്യിലുണ്ടാവില്ല. എവിടുന്ന് എന്ത് കിട്ടുന്നോ അത് കഴിക്കുക. ഒന്നും കൈവശം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല പരിവ്രാജകൻ. എന്നിട്ട് നടന്നുകൊണ്ട് എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ട് വേണം സഞ്ചരിക്കാൻ. താഴെ നോക്കി വേണം നടക്കാൻ. വെള്ളം പോലും അരിച്ചു വേണം കുടിക്കാൻ. അതായത് അത്രയ്ക്ക് പോലും ഹിംസ ചെയ്യാത്ത രീതിയിലുള്ള ഭിക്ഷ മാത്രം സ്വീകരിച്ചേ ഭക്ഷണം കഴിക്കാൻ പാടും. സ്വയം ഒന്നും പാകം ചെയ്യാനൊന്നും പാടില്ല. അങ്ങനെ പിന്നെ അഥവാ അങ്ങേർക്ക് ഒരു സ്ഥലത്ത് പോയി പിന്നെ ഈ പരിവ്രാജകൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കിട്ടിയെന്നിരിക്കട്ടെ, അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് ഒരാള് വന്നിട്ട് ഭക്ഷണം ചോദിക്കുന്ന വെച്ചാൽ
അത് കൊടുക്കണം, ഷെയർ ചെയ്ത് തന്നെ കഴിക്കണം. തനിക്ക് കിട്ടേണ്ട പകുതി അദ്ദേഹത്തിന് വന്ന അതിഥിക്ക് കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള നിഷ്ഠയോടുകൂടിയാണ് പരിവ്രാജകന്മാർ ജീവിക്കേണ്ടത്. അതിനപ്പുറത്ത് വിരക്തി വന്നു കഴിഞ്ഞാൽ അതാണ് പിന്നെ അതിനുശേഷമാണ് വിവേകാനന്ദ സ്വാമിയൊക്കെ സന്യാസം സ്വീകരിക്കുന്നത്. പൂർണ്ണമായ ലോക ജീവിതത്തിനോട് പൂർണ്ണമായ വിരക്തി വന്നു. പരിവ്രാജകനായിട്ട് അദ്ദേഹം ഇന്ത്യ മുഴുവൻ ഒട്ടാകെ നടന്നപ്പോഴാണ് ഭാരതത്തിന്റെ ഭാരതീയരുടെ പിന്നെ സങ്കടാവസ്ഥകളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. അതിപ്പോ തന്നെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ തന്നെ വിരക്തിയുള്ള മനസ്സായിരുന്നു. ഇതും കൂടെ എല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാതെ വിരക്തമായി. അങ്ങനെയാണ് അദ്ദേഹം സന്യാസം സ്വീകരിക്കുന്നത്. അപ്പൊ ഉദ്ധവർ ചോദിച്ചു, അങ്ങനെയാണ് അങ്ങനെയാണ് പിന്നെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നുള്ള അവസ്ഥയിലേക്ക് 4 ആശ്രമങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. അപ്പൊ ഭഗവാന്റെ അടുത്ത് ഉദ്ധവർ ചോദിച്ചു, അങ്ങയുടെ ഭക്തിയോഗം എനിക്കൊന്ന് ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞു. കാരണം സംസാര മോചനം വേണമെന്നുണ്ടെങ്കിൽ അങ്ങയുടെ പാദങ്ങൾ മാത്രമേ ആശ്രയമുള്ളൂ, അതുകൊണ്ട് അതൊന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇത് തന്നെയാണ് യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിച്ചത്. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്തോ അത് തന്നെ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. പ്രകൃതി, പുരുഷൻ, മഹത്തത്വം, അഹങ്കാരം, 5 തന്മാത്രകൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, പൃഥ്വി ഇതുമായ പഞ്ചഭൂതങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നമുക്ക് 28 ആസ്പെക്ട്സ് ഉണ്ട് ഒരാൾക്ക്, ഒരു മനുഷ്യന്. നമ്മളിത് പല പ്രാവശ്യം പഠിച്ചിട്ടുള്ള കാര്യമാണ്. 28 ആസ്പെക്ട്സ് ആണ് ഒരു മനുഷ്യനുള്ളത്. അഹങ്കാരം, ചിത്തം, ബുദ്ധി ഇതൊക്കെ കൂടെ ചേർന്നിട്ട് പിന്നെ 28 ആസ്പെക്ട്സ് ആണ് ഒരു മനുഷ്യനുള്ളത്. അപ്പൊ ആ 28 തത്വങ്ങളിലും പരമകാരണമായി എന്നെ കാണണം. ഏകനായിട്ട് ഈ തത്വങ്ങളെയും കാണണം. അതായത് ഭഗവാൻ തന്നെയാണ് ഈ തത്വങ്ങൾ, ഈ 28 തത്വങ്ങളും ഭഗവാൻ തന്നെയാണെന്നും ഭഗവാനിൽ തന്നെയാണ് അത് നിൽക്കുന്നതെന്നും മനസ്സിലാക്കണം. പിന്നെ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാൾക്കാണ് ജ്ഞാനം ഉണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ സർവ്വതിലും ഭഗവാനെ കാണുന്നതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. സൃഷ്ടിസ്ഥിതി നാശങ്ങൾ, പിന്നെ സത്വാദി ത്രിഗുണങ്ങൾ, ഇതെല്ലാം സങ്കോച വികാസങ്ങളാണ്. ആത്മാവിനെ അവയുടെ കാരണമായിട്ടല്ലാതെ അതിൻ്റെ നിലനിർത്തുന്ന ആത്മാവിന് കാരണങ്ങളായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. അതിനാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനെ സർവ്വതിലും നമ്മുടെ 28 ആസ്പെക്റ്റിൽ നമ്മുടെ അടിമുടി മുഴുവൻ ഭഗവാനെ മാത്രം ദർശിക്കുന്ന, പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു എന്നുള്ള ആ അറിവിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. വിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിനെ ഒരു കാരണമായിട്ട് മാത്രമേ കാര്യമായിട്ട് കാണരുത്. എല്ലാത്തിനും കാരണഭൂതൻ, ഹേതുഭൂതനായത് ആത്മാവാണ്. അങ്ങനെ കണ്ടിട്ട് ഉൽപ്പത്തിയിലും അന്ത്യത്തിലും മധ്യത്തിലും കാരണരൂപേണയും ആശ്രയരൂപേണയും കാര്യത്തിൽ നിന്നും കാരണത്തിലേക്കും തടർന്നും അങ്ങനെ എല്ലാത്തിനും നിലകൊള്ളുന്ന പ്രളയത്തിൽ പോലും, പ്രളയം വന്നാൽ പോലും നശിക്കാത്ത വസ്തുവാണ് ആത്മാവ് എന്ന് മനസ്സിലാക്കി അതിനാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശ്രുതി, പ്രത്യക്ഷം, ഐതിഹ്യം, അനുമാനം എന്ന 4 പ്രമാണങ്ങളാണ് നമുക്കുള്ളത്. നമ്മളൊരു വസ്തുവിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ശ്രുതിയാണ് അല്ലേ? അത് നമ്മൾ കേൾക്കാം, അവിടെ അങ്ങനെ ഒരു സംഗതി ഉണ്ട് കേട്ടോ എന്ന് നമ്മൾ കേട്ടു. അത് കഴിയുമ്പോൾ എന്താണ്? നമ്മൾ അവിടെ പോയിട്ട് അത് പ്രത്യക്ഷമായിട്ട് കാണുന്നു അല്ലേ? ആ കണ്ടതിനെ നമ്മൾ കാണുന്നു. അത് കഴിയുമ്പോൾ എന്താണ്? അതെങ്ങനെ അവിടെ ഉണ്ടായി എന്നുള്ളൊരു കഥയുണ്ടാവും അതിന്റെ പുറകിൽ. നമ്മൾ കണ്ട വസ്തുവിന്റെ പുറകിൽ ഒരു കഥയുണ്ടാവും. അതാണ് ഐതിഹ്യം. ആ ഐതിഹ്യം നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കും. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഐതിഹ്യമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെത്താനെ ഒരു അനുമാനം, നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചും നമ്മൾ കണ്ടതും കേട്ടതും എല്ലാം കൂടെ വെച്ച് ഐതിഹ്യ കഥയും ഒക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മളൊന്ന് അനുമാനം എടുക്കും. നമ്മൾ തന്നെത്താനെ ഒന്ന് അതെന്താണെന്നൊന്ന് ഊഹിച്ചൊക്കെ എടുക്കും. അതിനാണ് അനുമാനം. ഈ 4 പ്രമാണങ്ങളാണ് ഭേദകൽപ്പന. ഇത് 4 മിഥ്യയാണെന്ന് അറിയണം. അവയിൽ നിന്നും വിരക്തി നേടണം. ഇത് 4 മിഥ്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവയിൽ നിന്ന് മുക്തി നേടണം. കർമ്മങ്ങൾ നശ്വരമായതുകൊണ്ട് കർമ്മഫലമായിട്ട് ലഭിക്കുന്ന പിന്നെ ബ്രഹ്മലോകം എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ നശ്വരമാണെന്ന് അറിയണം. കർമ്മങ്ങളൊക്കെ നശ്വരമായതുകൊണ്ട് കർമ്മഫലമായിട്ട് നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും, ഭൂമി ലഭിക്കും എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ നശ്വരമായ കാര്യങ്ങളാണെന്ന് ഭഗവാൻ പറയുന്നു. സത്വഗുണം വർദ്ധിച്ച് ശാന്തമായ മനസ്സ് ആത്മാവിൽ അർപ്പിക്കപ്പെടുമ്പോൾ ധർമ്മത്തെയും വൈരാഗ്യയുക്തമായ ജ്ഞാനത്തെയും ഐശ്വര്യത്തെയും പ്രാപിക്കുന്നു. അപ്പൊ സത്വഗുണമാണ് നമുക്ക് വർദ്ധിപ്പിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്താ പറ്റും? രജസ് കൊണ്ടുള്ള ചിത്തം ദേഹാദികൾ അർപ്പിച്ച് ഇന്ദ്രിയങ്ങളോടൊപ്പം 4 പാടും ഓടി നടക്കും. സത്തല്ലാത്ത വസ്തുക്കളിൽ ആസക്തമാവും. അപ്പോൾ അധർമ്മമായി വിപരീത ഫലങ്ങൾ ഉണ്ടാവും. അതായത്
രജോ ഗുണം വന്നാലാണ് നമുക്ക് വിപരീത ഫലങ്ങൾ, നമ്മുടെ മനസ്സ് ചിത്തം ആസക്തിയുള്ളതായി തീരും. അപ്പം നമുക്ക് പിന്നെ അങ്ങനെയുള്ള ഫലങ്ങളാണ് അപ്പൊ കിട്ടുക. അധർമ്മമൊക്കെ ചെയ്യാൻ ഇടവരും. എന്നിൽ ഭക്തി ജനിപ്പിക്കുന്ന പ്രവൃത്തിക്കാണ് ധർമ്മം എന്ന് പറയുന്നത്. അതായത് ഭഗവാനിൽ ഭക്തി ഉണ്ടാകുന്ന ഏത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത് അതാണ് ധർമ്മം. ആസക്തിയില്ലാതെ ഏകാത്മ ദർശനമാണ് ജ്ഞാനം. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, ഭഗവാനെ എല്ലാ സ്ഥലത്തും കാണുക, അതാണ് ഏകാത്മ ദർശനം. ഏകനാണ് ആത്മൻ, ഏകനായ ആത്മാവാണ് സർവ്വതിലും ഉള്ളതെന്നുള്ള ജ്ഞാനം, അതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. പിന്നെ വിഷയങ്ങളിൽ ആസക്തി ഇല്ലായ്മയ്ക്കാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. വിഷയങ്ങൾ എന്താണ്? ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്ന, പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഒരു വസ്തുവിനോടും നമുക്ക് ആസക്തിയില്ല, എല്ലാം നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അതിനാണ് വിരക്തി. ആ വിരക്തിക്കാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. പിന്നെ ബാക്കി എന്താണ്? ഐശ്വര്യം എന്ന് പറയുന്നത് എന്താണ്? ഐശ്വര്യം എന്ന് പറയുന്നത് നമുക്കുള്ള ഈ അണിമാതി, നിങ്ങൾ ഇങ്ങനെയുള്ളൊരു ആൾക്ക് ഈ ഗുണങ്ങളൊക്കെ സ്വായത്തമാകും. ഭഗവാന്റെ അഷ്ടസിദ്ധികളും ബാക്കിയുള്ള സിദ്ധികളും സ്വായത്തമാകും. അതിനെയാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. അപ്പം ജ്ഞാനം ഉണ്ടാവണം, അത് കഴിഞ്ഞിട്ട് ഏകാത്മദർശനം ഉണ്ടാവണം, അത് കഴിഞ്ഞിട്ട് വൈരാഗ്യം ഉണ്ടാവണം, അത് കഴിഞ്ഞിട്ട് അപ്പൊ ഐശ്വര്യം ഉണ്ടാവും. ഇങ്ങനെയാണ്. ഉദ്ധവർ ചോദിച്ചു, പ്രഭോ യമവും നിയമവും എത്ര വിധമുണ്ട്? ശമം, ദമം, തിതിക്ഷ, ധൃതി എന്നൊക്കെ പറയുന്നതിന്റെ സ്വരൂപം എന്താണ്? തപസ്, ദാനം, ശൗര്യം, സത്യം, ഋതം, ത്യാഗം, യജ്ഞം, ദക്ഷിണ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? പുരുഷന്റെ ബലം എന്താണ്? പിന്നെ ലാഭം എന്താണ്? വിദ്യ, ശ്രേഷ്ഠമായ ലജ്ഞ, ശ്രീ, സുഖം, ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഓരോരോ കാര്യങ്ങൾ അറിയാനായിട്ട് അർജുനൻ ചോദിച്ച പോലെ തന്നെ ഉദ്ധവർ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അഹിംസ, സത്യം നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ കാതലായ ഭാഗമാണ് ഈ പറയുന്നത്. നമ്മള് ബാലവികാസ് കുട്ടികൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ. അഹിംസ, സത്യം, അസ്തേയം, അസംഗം, അസംഗം എന്ന് വെച്ചാൽ ആരുമായിട്ട് കൂട്ടുകെടാതിരിക്കുക, ഹ്രീം, അസഞ്ചയം, ആസ്തിക്യം, ബ്രഹ്മചര്യം, മൗനം, സ്ഥൈര്യം, ക്ഷമ, അഭയം, ഇതൊക്കെയാണ് യമം എന്ന് പറയുന്നത്. യമമുണ്ട്, നിയമമുണ്ട്. യമത്തിൽ എന്തൊക്കെയാണ്? ഈ അഹിംസ, സത്യം, ആസ്തേയം, പിന്നെ മറ്റുള്ളവരുടെ കാംക്ഷിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലാണ് വരുന്നത്. ബാഹ്യ ശൗചം, ആഭ്യന്തര ശൗചം, ജപം, തപസ്, ഹോമം, ശ്രദ്ധ, ആതിഥ്യം, ഈശ്വരാർച്ചനം, തീർത്ഥാടനം തുടങ്ങിയ ആചാര്യ സേവനം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. യമം എന്ന് പറയുന്നത് അഹിംസ, സത്യം, ആസ്ത, അത് സ്വഭാവമാണ്. നിയമങ്ങൾ എന്ന് പറയുന്നത് അവ അനുസരിക്കുവാനുള്ള നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളാണ് നിയമങ്ങൾ. അതിനെന്ത് വേണം? തപസ് ചെയ്യണം, തീർത്ഥാടനം ചെയ്യണം, ഈശ്വരാർച്ചന ചെയ്യണം, നമുക്ക് അഭയം നൽകാൻ പ്രാപ്തി ഉണ്ടാവണം, ബാഹ്യമായ ശൗചവും ആഭ്യന്തരമായ ശൗചവും ഉണ്ട്. അതായത് ശരീരശുദ്ധി ഉണ്ടാവണം, മനഃശുദ്ധിയും ഹൃദയശുദ്ധിയും ഉണ്ടാവണം, അതാണ് ആഭ്യന്തര ശുദ്ധി. അങ്ങനെ ഇതെല്ലാം ഉണ്ടാവുന്നതിനാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ യമനിയമങ്ങളായി ഇവയെ ശനിക്ക് അനുഷ്ഠിക്കുന്ന, യമനിയമങ്ങൾ നന്നായിട്ട് അനുസരിക്കുന്നവർക്ക് എല്ലാം ലഭ്യമാകും. ബുദ്ധി എന്നിൽ സ്ഥിരമായി വെക്കുന്നതിനാണ് ശമം എന്ന് പറയുന്നത്. ശമം എന്ന് പറഞ്ഞാൽ നിയന്ത്രണമാണ്, ഇന്ദ്രിയ നിയന്ത്രണത്തിനാണ് ശമം എന്ന് പറയുന്നത്. പിന്നെ ബുദ്ധി നിയന്ത്രിക്കുന്നതിനാണ് ശമം എന്ന് പറയുന്നത്. ദമം എന്ന് പറയുന്നത് ഇന്ദ്രിയ നിയന്ത്രണമാണ് ദമം. ദുഃഖസഹനമാണ് തിതിക്ഷ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് പിന്നെ മറ്റുള്ളവർക്ക് ഒരു പ്രതികാര ചിന്തയില്ലാതെ എല്ലാം സഹനം, സർവദുഃഖാനാം അപ്രതീകാരപൂർവകം, അതിനാണ് തിതിക്ഷ എന്ന് പറയുന്നത്. അപ്പം പിന്നെ പറയുന്നു, പിന്നെ ജിഹ്വയുടെയും ഉപസ്ഥത്തിന്റെയും ജയമാണ് ധൃതി. ധൃതി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പിന്നെ സെക്ഷൽ ഫീലിങ്സും അതുപോലെ നാവടക്കം സംസാരത്തിലും ഭക്ഷണത്തിലും. സ്വാദിനും സംസാരത്തിനും കാരണമായിരിക്കുന്ന ആരാണ്? നമ്മുടെ നാവാണ്. ആ നാവടക്കം ഇല്ലെങ്കിൽ രണ്ടും നമുക്ക് കഷ്ടപ്പാടുണ്ടാക്കുന്നതാണ് അല്ലെ. അനാവശ്യമായ സംസാരം, തെറ്റായ സംസാരം, ഇതൊക്കെയാണ് നമുക്ക് ശത്രുക്കളെ ഉണ്ടാക്കുന്നത്, നമ്മുടെ ജീവിതം ദുരിതമാക്കും. അതുപോലെ അമിതമായ ഭക്ഷണം, സ്വാദ് നോക്കിയിട്ടും കണ്ടതും കടിച്ചതും ഒക്കെ വാരി വലിച്ചു തിന്നുക, അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? അപ്പൊ അതിനൊക്കെ നിയന്ത്രണം ഉണ്ടാവണം. അതാണ്. പിന്നെ കാമത്യാഗത്തിനെയാണ് തപസ് എന്ന് പറയുന്നത്. കാമത്യാഗം എന്താണ്? കർമ്മം ചെയ്യുമ്പം അതിന്റെ ഫലം കാംക്ഷിക്കാതിരിക്കുക, അതിനാണ് തപസ് എന്ന് പറയുന്നത്. വാസനാ വിജയമാണ് ശൗര്യം. പിന്നെ സമദർശനമാണ് സത്യം. എല്ലാം ഒന്നുപോലെ കാണുവാനുള്ള കഴിവിനാണ് സത്യം എന്ന് പറയുന്നത്. ഹിതവും സത്യമായ വാക്കാണ് ഋതം. സത്യത്തിന്റെ വേറൊരു രൂപമാണ് ഹൃതം. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാ സത്യം അപ്രിയം എന്നൊരു
എന്നൊരു ഉപനിഷത്ത് ഉപദേശം. അതായത് സത്യം പറയൂ, പ്രിയമായിട്ട് പറയൂ. അസത്യം പിന്നെ പ്രിയമായ സത്യം പറയരുത്, അസത്യം അപ്രിയമായ സത്യം പറയരുത്. അപ്രിയമായ സത്യം പറയരുത്, പ്രിയമായ അസത്യവും പറയരുത്. അതാണ് അതിന്റെ നിയമം. അപ്പം പിന്നെ ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലകാംക്ഷ ഇല്ലാതെ കർമ്മം ചെയ്യുക. നിഷ്കാമ കർമ്മത്തിനാണ് ത്യാഗം എന്ന് പറയുന്നത്. കർമ്മത്തിൽ കർത്തൃത്വം ഇല്ലാതിരിക്കുന്നതാണ് ശൗചം. കർത്തൃഭാവം ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ശുദ്ധി. ശൗചം എന്ന് വെച്ചാൽ ശുദ്ധി. ധർമ്മമാണ് ശ്രേഷ്ഠധനം. ഐശ്വര്യാദി ഷഡ്ഗുണ പരിപൂർണനായ ഞാൻ തന്നെയാണ് യജ്ഞം. ആത്മജ്ഞാനമാണ് ദക്ഷിണ. പ്രാണായാമം തന്നെയാണ് പരബലം. ഭഗവാനായ എന്റെ ഐശ്വര്യാദി ഭാവങ്ങളുടെ പ്രാപ്തിയാണ് ഭഗം. എന്നിലുള്ള ഭക്തി തന്നെയാണ് ഉത്തമ ലാഭം. ആത്മാവിനെ സംബന്ധിച്ച് ഭേദബുദ്ധി വിനാശമാകുന്നു. വിദ്യ വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭേദബുദ്ധി ഇല്ലായ്മ. അതായത് ഒന്നായ നിന്നെ രണ്ടെന്ന് കാണാതിരിക്കുക. രണ്ടിനെയും ഒന്നായിട്ട് കാണുന്നതിനാണ് അങ്ങനെ ദുഃഖ സുഖങ്ങൾക്ക് അതീതനായി പിന്നെ വർത്തിക്കുന്നതാണ് സുഖം. എന്നുവെച്ചാൽ സുഖം വന്നാലും ദുഃഖം വന്നാലും സമനില പാലിക്കുന്നതിനാണ് സുഖം എന്ന അവസ്ഥ. കാമ സുഖാപേക്ഷയാണ് ദുഃഖം. അതായത് കാമങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങള് നേടുവാനുള്ള നമ്മുടെ പ്രവൃത്തികളാണ് ദുഃഖം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കാമ സുഖാപേക്ഷ, കാമവും സുഖവും അത് അപേക്ഷിക്കുന്ന, അതായത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനാണ് ദുഃഖം എന്ന് പറയുന്നത്. ബന്ധമോക്ഷങ്ങൾ അറിയുന്നവനാണ് പണ്ഡിതൻ. ദേഹാദികളിൽ അഹംബുദ്ധിയോടെ കൂടിയവനാണ് മൂർഖൻ. മൂർഖൻ എന്ന് പറയുന്നത്, അവനൊരു മൂർഖനാണെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ ദേഹം, അയാളുടെ ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ഒരു അഹന്ത ഉണ്ടാവും, അഭിമാനം ഉണ്ടാവും. അങ്ങനെയുള്ള ആളെയാണ് മൂർഖൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? ഇതൊക്കെ വെറും നശ്വരമായ കാര്യങ്ങളല്ലേ, അതിലൊക്കെ ഇത്ര അഭിമാനം കൊള്ളേണ്ട കാര്യം എന്താണ്? അതുകൊണ്ടാണ് മൂർഖൻ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരമാണ് വീട്. തമോവൃത്തിയാണ് നരകം. നരകം എന്ന് വെച്ചാൽ തമസിന്റെ ഏറ്റവും തമസ് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നാൽ നരകം തന്നെ ആയിത്തീരും. ഗുണരൂപനായ ഞാനാണ് ബന്ധു. ഗുണശ്രേഷ്ഠനാണ് ആഠ്യൻ. അസംതൃപ്തനാണ് ദരിദ്രൻ. എത്ര പണമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും തൃപ്തി ഇല്ലെങ്കിൽ അയാളാണ് ദരിദ്രൻ. ഒന്നുമില്ലെങ്കിലും തൃപ്തനാണെങ്കിൽ അയാളാണ് ധനവാൻ. ഒന്നുമില്ലാത്തൊരു സാധുവായിരിക്കും, പക്ഷെ അയാൾ വളരെ തൃപ്തിയോടുകൂടി, സംതൃപ്തിയോടുകൂടി, സന്തോഷമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അയാളാണ് ഏറ്റവും വലിയ ധനവാൻ. എത്ര ധനമുണ്ടായിട്ടും തൃപ്തിയില്ലെങ്കിലോ അയാളാണ് ഏറ്റവും വലിയ ദരിദ്രൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ഗുണങ്ങളിൽ ആസക്തി ഇല്ലാത്തവനാണ് ഈശ്വരൻ. ഗുണാസക്തനാണ് പരൻ. ആർക്കാണ് സ്വാതന്ത്ര്യമില്ലാത്തത്? ഗുണങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന ഗുണാസക്തനായ ആൾക്കാരെയാണ് പരതന്ത്രൻ എന്ന് പറയുന്നത്. അപ്പം ഉദ്ധവൻ ചോദിച്ചു, പിന്നെ ജീവന് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ജീവന് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നില്ല. അവയുണ്ടാക്കുവാൻ ആർക്കും ശക്തിയുമില്ല. അത് മനസ്സിന്റെ ഭ്രമമാണ്. മനസ്സിന്റെ ഭ്രമമാണ് സുഖവും ദുഃഖവും. നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. ഇന്ന് നമുക്ക് സുഖം തോന്നിയാൽ നാളെ നമുക്ക് ദുഃഖമായിരിക്കും. ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമാവും. ഇന്നത്തെ ദുഃഖം ചിലപ്പോൾ നാളെ നമുക്ക് സുഖകരമാവും. നമുക്കറിയില്ലല്ലോ, മിനിറ്റ് വെച്ചല്ലേ ഓരോന്ന് മാറുന്നത്, അല്ലേ? കാര്യങ്ങൾ മാറി മറിയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, ജീവന് സുഖദുഃഖം ഇങ്ങനെ ഇല്ല, മനസ്സിന്റെ ഭ്രമമാണ്. മിത്രം ശത്രു മധ്യസ്ഥൻ എന്ന ഭാവന അജ്ഞാന നിമിത്തം ഉണ്ടാവുന്നതാണ്. അന്യരുടെ ശാന്തങ്ങളോ ക്രൂരങ്ങളോ ആയ കർമ്മങ്ങളെ പ്രശംസിക്കുകയോ നിന്ദിക്കുകയോ അരുത്. നല്ല പ്രവൃത്തിയും ചീത്ത പ്രവൃത്തിയും പ്രശംസിക്കുകയും വേണ്ട, നിന്ദിക്കുകയും വേണ്ട. സമസ്ത പ്രപഞ്ചവും ഏത് നിലയ്ക്ക് നോക്കിയാലും പുരുഷന്റെ ലീലയാണെന്നും പ്രകൃതിയുടെ പരിണാമമെന്നോ പ്രകൃതി പുരുഷ സംയോഗ സംഭൂതമാണെന്ന് കരുതിയാലും സർവവും ഏകാത്മം തന്നെയാണ്. എന്തൊക്കെ നിങ്ങൾ ഭാവിച്ചാലും ഇത് മുഴുവൻ ഭഗവാൻ തന്നെയാണ്. അന്യരുടെ സ്വഭാവത്തെയോ കർമ്മങ്ങളെയോ പ്രശംസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത്. അത് മിഥ്യാഭ്രമമാണ്. ശരീരമല്ലല്ലോ, ആത്മാവല്ലേ അന്യൻ. നമ്മൾ വിചാരിക്കുന്ന ശരീരത്തെയാണ്. ആ ശരീരത്തിനെയാണ് നമ്മൾ കുറ്റവും കുറവും പറയുകയോ അല്ലെങ്കിൽ പ്രശംസിക്കുകയോ ചെയ്യുന്നത്. രാജസഹങ്കാരമായ കാര്യങ്ങളാണ് ഇന്ദ്രിയങ്ങൾ. നിദ്ര കൊണ്ട് വ്യാപാരമാകുമ്പോൾ ജീവൻ സ്വപ്നരൂപമായ മായയെ അനുഭവിക്കുന്നു. മനസ്സിലയിക്കുമ്പോൾ മരണത്തെയോ മരണതുല്യമായ സുഷുപ്തിയോ നമ്മൾ നല്ല പൂർണ്ണമായ ഉറക്കത്തിലാണെങ്കിൽ മരിച്ച പോലെയല്ലേ. നമുക്ക് എന്തെങ്കിലും അറിയാമോ? നമ്മുടെ ഒരു അവയവങ്ങളും നമ്മുടെ ഒരു ഇന്ദ്രിയങ്ങളും നമുക്ക് ഒരു ബോധവും തരുന്നില്ല. അപ്പം മരിച്ചതിന് സമമാണ്, അല്ലേ? അതാണ് സുഷുപ്തി, അല്ലേ? ഇപ്രകാരം ഇന്ദ്രിയ മനസ്സംയോഗം നിമിത്തം ആണ് മനുഷ്യർക്ക് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകൾ ഉണ്ടാവുന്നത്.
ഇങ്ങനെ സമസ്ത പ്രപഞ്ചവും ആത്മാവ് തന്നെയാണ്. സൃഷ്ടാവും സൃഷ്ടപദാർത്ഥങ്ങളും പാലകനും പാലിക്കപ്പെടുന്നവനും ഹർത്താവും ഹരിക്കപ്പെടുന്നവനും എല്ലാവരും ഭഗവാൻ തന്നെയാണ്. ആത്മാവല്ലാതെ മറ്റൊന്നുമല്ല. ആത്മാവിൽ ദേഹേന്ദ്രിയ പ്രകാര രൂപത്തിൽ കാണുന്നത് അടിസ്ഥാനമില്ലാത്ത ഒരു പ്രതീതി മാത്രമാണ്. അത് ത്രിഗുണങ്ങൾ ആണ് അതിനെ ഉണ്ടാക്കുന്നത്. അത് മായാനിർമ്മിതമാണ്. ഞാൻ പറഞ്ഞ ഈ ജ്ഞാനവിജ്ഞാന നിഷ്ഠ അറിയുന്നവൻ ആരെയും നിന്ദിക്കുകയോ സ്തുതിക്കുകയോ ഇല്ല. മിണ്ടാതെ ലോകത്തില് സൂര്യനെ പോലെ സഞ്ചരിക്കും. സൂര്യൻ എങ്ങനെയാണ്? നിഷ്കാമനായി അവനവന്റെ കർമ്മം ചെയ്ത് എല്ലാത്തിനും സർവസാക്ഷിഭൂതനായിട്ട് ഒന്നിലും പ്രതികരിക്കാതെ എല്ലാവരോടും സമഭാവനയോട് പെരുമാറും. സൂര്യൻ ഒരു കുറച്ച് സ്ഥലത്ത് മാത്രം വെളിച്ചം നൽകും, കുറച്ച് സ്ഥലത്ത് മഴ നൽകും എന്ന് പറയുമോ? എല്ലായിടത്തും ഒരുപോലെ വെളിച്ചം നൽകും, ഇല്ലേ? അതുപോലെ തന്നെ സൂര്യനെ പോലെ സഞ്ചരിക്കുന്നു. പ്രത്യക്ഷം, അനുമാനം, വേദം, ആത്മജ്ഞാനം ഇവയാൽ ആദിയും അന്തവുമുള്ള സമസ്തവും അസത്യമാണ്. അതായത് തുടക്കമുള്ളതും ഒടുക്കമുള്ളതും സത്യമല്ല. അതാണ് ആദിയും അന്തവും. തുടക്കമുള്ളതും ഒടുക്കമുള്ളതും സത്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് നിസ്സംഗനായിട്ട് ലോകത്ത് സഞ്ചരിക്കുക. ലോകത്തെ പ്രശംസിക്കുകയും വേണ്ട, ലോകം നിന്ദിക്കുകയും വേണ്ട. നമ്മളിപ്പോ എന്താണ് ചെയ്യുന്നത്? എന്തുമാത്രം നമ്മളെ അറ്റ്ലീസ്റ്റ് ഞാനെങ്കിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഫേസ്ബുക്ക് തുറന്നുമ്പം പലരെ പറ്റി പല അഭിപ്രായങ്ങൾ കാണുന്നു, പലത് കാണുന്നു, കേൾക്കുന്നു. അപ്പൊ നമ്മൾ അതിനെ കുറ്റം പിടിക്കും, അല്ലെങ്കിൽ നമ്മൾ അവരെ വശം ചേരും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ അജ്ഞാനം മൂലം. നമ്മളുടെ അജ്ഞാനം, നമ്മുടെ രാജസികമോ താമസികവുമായ ഗുണങ്ങളുടെ ഒരു പ്രതിഫലനമാണ് അത്. അപ്പൊ അത് അടക്കണം. അത് അടക്കിയാൽ മാത്രമേ എങ്ങനെയാണ് ലോകത്ത് സൂര്യനെ പോലെ സഞ്ചരിക്കാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ എന്നിട്ട് ഭഗവാൻ ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ ഉപസംഹരിക്കുകയാണ് ഭഗവാന്റെ ഉപദേശം. പിന്നെ എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, എന്റെ ആശ്രമമായ ബദരിയിലോട്ട് പൊക്കോളൂ. ഭഗവാന്റെ ആശ്രമമാണ് ബദരി, നാരായണന്റെ. അവിടെ എന്റെ പാദതീർത്ഥമായ അളകനന്ദൻ. എന്താണ് എന്റെ പാദതീർത്ഥം എന്ന് പറഞ്ഞത്? ബ്രഹ്മാവ് വാമനാവതാരത്തിൽ ഭഗവാൻ ത്രിവിക്രമനായിട്ട് സ്വർഗം അളക്കുമ്പോ ഭഗവാന്റെ പാദത്തിൽ ബ്രഹ്മാവിന്റെ കമണ്ടൽ ഒഴിച്ച് വെള്ളമൊഴിച്ച് ഭഗവാന്റെ പാദം കഴുകിയപ്പം ഒഴുകിയതാണ് ആകാശഗംഗ. ആ ആകാശഗംഗ ഭഗവാന്റെ ജടയിലൂടെ താഴേക്ക് ഒഴുകിയപ്പോഴാണ് അളകനന്ദയായത്. അളകനന്ദയാണ് ബദരിയാശ്രമത്തിനടുത്തുകൂടെ ഒഴുകുന്ന നദി. മനസ്സിലായില്ലേ? അപ്പൊ ഭഗവാൻ പറയണ, അതുകൊണ്ട് ബദരിയാശ്രമത്തിൽ പോയിട്ട് അളകനന്ദ, എന്റെ പാദതീർത്ഥമായ അളകനന്ദയിൽ സ്നാനം ആചമനം ഒക്കെ ചെയ്ത് ശുദ്ധനാകുക. അളകനന്ദയുടെ ദർശനം കൊണ്ട് തന്നെ നിന്റെ സകല കന്മഷങ്ങളും ഉത്തവർക്ക് ജീവിക്കുന്ന ആളാണല്ലോ, ജീവിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കന്മഷങ്ങൾ ഉണ്ടാവും. ആ കന്മഷങ്ങളൊക്കെ മാറിപ്പോവും. അവിടെ സുഖാസക്തി വെടിഞ്ഞ് വൽക്കലമണിഞ്ഞ്, അതായത് മരവുരി അണിഞ്ഞ് കാട്ടിൽ കിട്ടുന്ന കായകനികൾ ഭക്ഷിച്ച് ജീവിക്കുക. ശീതോഷ്ണങ്ങളൊക്കെ സഹിക്കണം. സൗശല്യത്തോടും സംയമത്തോടും കൂടി ശാന്തനായി ശാസ്ത്രചിത്തയും ആത്മധ്യാനവും ചെയ്ത് ജീവിക്കുക എന്ന് ഉദ്ധവനെ ഭഗവാൻ ഉപദേശിക്കുകയാണ്. അപ്പൊ ഉദ്ധവര് യാത്ര പറയാൻ നേരത്ത് ഭയങ്കര അവർ രണ്ടുപേരും വളരെ ആത്മസുഹൃത്തുക്കളും കൂടെയാണ്. ബന്ധുക്കളാണ്, ആത്മസുഹൃത്തുക്കളാണ്, മന്ത്രിയാണ്. ഭഗവാന്റെ തോന്നി, ഭഗവാനെ എനിക്ക് പോവാൻ തോന്നുന്നില്ല. ഭഗവാന്റെ പാദങ്ങളെ കണ്ണുനീരുകൊണ്ട് കഴുകി അഭിഷേകം ചെയ്ത് ആദരനായിട്ട് പിന്നെ വളരെ സങ്കടത്തോടുകൂടി ഭഗവാനോട് യാത്ര പറഞ്ഞ് ഉദ്ധവൻ യാത്രയായി. ഭഗവാനെ സ്വഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ജ്ഞാനം മുഴുവൻ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത ഭഗവത്ഗീത, ഉദ്ധവഗീത മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ബദരി ആശ്രമത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ഭഗവാൻ ഉപദേശിച്ച പോലെ ഭാഗവത ധർമ്മങ്ങൾ, അതായത് സ്നാനാദികളൊക്കെ ചെയ്ത് അളകനന്ദിയിൽ കുടിച്ച് തപസ് ചെയ്ത് തപസ്വിയായിട്ട് അവിടെ ജീവിക്കുന്നു. എന്നിട്ട് അവിടെ ജീവിച്ചിട്ട് യഥാകാലം അദ്ദേഹം ഭഗവത്പദം പ്രാപിക്കും, വൈകുണ്ഠത്തിലേക്ക് തന്നെ പോകും. അപ്പൊ പരീക്ഷത്ത് ചോദിച്ചു, മഹാഭാഗവതനായ ഉദ്ധവർ വനത്തിലേക്ക് പോയ ശേഷം ഭഗവാൻ ദ്വാരകയിൽ എന്തു ചെയ്തു? അപ്പൊ ഭഗവാൻ പറഞ്ഞു, പിന്നെ വിപ്രശാപം സകല സകുലത്തെ നശിപ്പിച്ചപ്പോൾ യദുപതി ശരീരം ഉപേക്ഷിച്ചത് എങ്ങനെ? അതായത് ഭഗവാൻ സ്വധാമത്തിലേക്ക് എങ്ങനെ പോയി എന്ന് പരീക്ഷിച്ച് ചോദിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, ശുഗബ്രഹ്മർഷി പറയുകയാണ്, ആകാശത്തിലും ഭൂമിയിലും ഘോരങ്ങളായ ദുർനിമിത്തങ്ങൾ കണ്ടു കൃഷ്ണൻ. അപ്പം ശ്രീകൃഷ്ണൻ സഭയിലിരിക്കുകയാണ്, യദുക്കളോട് പറഞ്ഞു. യദുക്കളെല്ലാം സഭയിൽ ഒരുപാട് പേരിയ്ക്കുമല്ലോ, എല്ലാവരോടും പറഞ്ഞു, അല്ലയോ യാദവ ശ്രേഷ്ഠരെ, ഈ കാണപ്പെടുന്ന ഘോരങ്ങളായ പിന്നെ ദുർനിമിത്തങ്ങൾ അന്തകന്റെ ആഗമനത്തെയാണ് സൂചിക്കുന്നത്. അതായത് നമ്മുടെ നാശം, നമ്മുടെ പിന്നെ
കാലം അവസാനിക്കാറായി. കാലന്റെ വരവിനെയാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് ദ്വാരകയിൽ പാർക്കാൻ പാടില്ല. സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ശംഖോദ്ധാരം എന്നൊരു സ്ഥലത്തേക്ക് പോകട്ടെ. ദ്വാരകയിൽ താമസിക്കാതെ ശംഖോദ്ധാരം എന്നൊരു ദ്വീപ്, അവിടേക്ക് പോകണം. അതൊരു തീർത്ഥസ്ഥാനമാണ്. ബാക്കിയുള്ളവരെല്ലാവരും സരസ്വതി നദിയുടെ തീർത്ഥസ്ഥാനമായ പ്രഭാസത്തിലേക്ക് പോകണം. ബാക്കി എല്ലാവരും, ഈ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ഒഴിച്ചുള്ളവരെല്ലാം, യദുക്കളെല്ലാവരും അങ്ങോട്ട് പോകണം. അവിടെ ചെന്ന് കുളിച്ച് ശുദ്ധമായി ഉപവാസം അനുഷ്ഠിച്ച് ദേവതകളെ അഭിഷേകം ചെയ്ത് ആരാധിച്ച് അവിടെ കഴിയുക. അതാണ് നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നത്. ഈ ദുർനിബന്ധങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യുവാനും അതിന്റെ ഊറ്റം കുറയ്ക്കുവാനും അതാണ് വേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ച് എല്ലാവരും പ്രഭാസത്തിലേക്ക് പോയി അവിടെ മംഗളകരങ്ങളൊക്കെ ആഗ്രഹിച്ച് അവിടെ ഇങ്ങനെ താമസിക്കുന്നതിനിടയ്ക്ക് അവര് മദ്യപിക്കാൻ തുടങ്ങും. കുറച്ചുപേര് മദ്യപിച്ചപ്പോ, മദ്യപന്മാരാകുമ്പോ എന്തുണ്ടാവും? വഴക്കുണ്ടാവും. അവര് തമ്മില് ഭയങ്കരമായ അടിപിടി, ബഹളം, കുത്തും വെട്ടും ഒക്കെ തുടങ്ങി. അവസാനം അവരവരുടെ ആയുധങ്ങളൊക്കെ എടുത്ത് പ്രയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊല്ലുകയാണ്. അപ്പൊ ആയുധങ്ങളൊക്കെ തീർന്നു എല്ലാം കുറെ ആകുമ്പോഴത്തേക്ക് മുറിഞ്ഞും ഒടിഞ്ഞും ഒക്കെ പോകുമല്ലോ. അങ്ങനെ ആയുധങ്ങൾ ഇല്ലാതെ ആയപ്പോഴാണ് കടൽ തീരത്ത്, പ്രഭാസ തീരത്ത് എരണപ്പുല്ല് കണ്ടു. എരണപ്പുല്ല് കണ്ടപ്പോഴത്തേക്കും എല്ലാവരും ഓടിച്ചെന്ന് അത് പറിച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിച്ച് പ്രഹരിച്ച്, വൃഷ്ണികളും ദാർശകന്മാരും ഭോജന്മാർ സനാതനന്മാർ യദുകുലത്തിൽ ഏതൊക്കെ ജാതികൾ ഉണ്ടായിരുന്നു എല്ലാവരും പരസ്പരം അടിച്ച് സൗഹൃദം വെടിഞ്ഞ് യുദ്ധം ചെയ്യാൻ തുടങ്ങി. പുത്രന്മാർ, പിതാക്കൾ, അനുജന്മാർ അങ്ങനെ ഒന്നും നോക്കുന്നില്ല. ബന്ധുക്കളോട് തന്നെ, പുത്രന്മാരും പിതാക്കളും കൂടെയാണ് പരസ്പരം യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ ആർക്കും ആരെയും തിരിച്ചറിയാൻ വയ്യാത്ത അത്ര ഒരു കള്ളു കുടിച്ചിട്ടും അവരുടെ ആ ശാപം മൂലം, സാമ്പന്റെ കൊടുത്ത ശാപം ഉണ്ടല്ലോ, വൈഷ്ണവശാലം, ബ്രഹ്മണ ശാപം, ആ ശാപത്തിന്റെ ഫലമായിട്ട് മതി കെട്ടുപോയി, ബുദ്ധിഭ്രമം വന്നുപോയി. അങ്ങനെ അവരെ പരസ്പരം തല്ലിച്ചതച്ച് എറണാപ്പുല്ല് പറിച്ചെടുത്ത് യുദ്ധം ചെയ്ത് ഭഗവാൻ തടയുന്നുണ്ട്. ഭഗവാൻ തടയുമ്പോ ഭഗവാനെ തന്നെ അവരടിക്കുകയാണ്. ഭഗവാനെ പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ മതമത്തം കൊണ്ട് മതികെട്ട അവർ തന്നെത്താനെ തന്നെ പരസ്പരം വൈരികളായി കരുതി ആയുധങ്ങൾ എടുത്ത് രാമകൃഷ്ണന്മാരും കോപം പൂണ്ട് ഏക പരിഹമെടുത്ത് രാമകൃഷ്ണന്മാരും അപ്പൊ അവരെ അടിക്കാൻ തുടങ്ങി. കാരണം രക്ഷയില്ല, സ്വന്തം രക്ഷ വേണമെങ്കിൽ അവരെ അടിക്കാതെ പറ്റില്ല. അങ്ങനെ വിപ്രശാപം കൊണ്ടും കൃഷ്ണമായ മോഹിതരുമായവർ പരസ്പരം സ്പർദ്ധയും ക്രോധവും കൊണ്ട് സ്വയം നശിച്ചു. യദുവംശം ആകെ തീർന്നു. ഇത് കണ്ടപ്പം കുലം മുഴുവൻ നശിച്ച് കണ്ടു. അപ്പൊ കൃഷ്ണൻ വിചാരിച്ചു ഭൂഭാരം തീർന്നു. കാരണം യദുക്കളെ വിട്ടിട്ട് കൃഷ്ണന് പോകാൻ പറ്റില്ല. ഒന്നാമതൊരു ദേവന്മാരാണ്, രണ്ടാമത് അവർക്ക് ഒരുപാട് അഹങ്കാരം വർദ്ധിച്ചു, സംഖ്യ ഒരുപാട് വർദ്ധിച്ചു പോയി. അപ്പൊ ഭഗവാന്റെ കൃഷ്ണന്റെ കുലത്തിലുള്ള എല്ലാവരും, മക്കളും കൊച്ചുമക്കളും കുഞ്ഞുമക്കളും എല്ലാവരും മരിക്കുകയാണ്. യദുകുലം മുഴുവൻ. യദുകുലത്തില് ബലരാമനും ശ്രീകൃഷ്ണനും മാത്രം ശേഷിച്ചു. ബാക്കിയുള്ളവരുണ്ട്, അച്ഛനമ്മമാരൊക്കെ ഉണ്ട്. അപ്പൊ ബലരാമൻ കടൽക്കരയിൽ പോയി. ബലരാമന് മനസ്സിലായി ബലരാമൻ സംഘർഷനാണ്, അനന്തന്റെ അവതാരമാണ്, തിരിച്ചു പോകാൻ സമയമായി എന്ന് മനസ്സിലായിട്ട് അദ്ദേഹം പ്രഭാസ തീരത്തിരുന്ന് തപസ് ചെയ്ത് ധ്യാനനിഷ്ഠനായിട്ടിരുന്ന് സ്വയം തന്നെ മനുഷ്യ ശരീരം വെടിഞ്ഞു. ബലരാമന്റെ ദേഹത്യാഗത്തിന് ശേഷം കൃഷ്ണൻ ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ ഇരിപ്പുറപ്പിച്ചു. സ്വപ്രഭ കൊണ്ട് ദിക്കുകളെ പ്രകാശിപ്പിച്ചു. ചതുർഭുജ രൂപം ധരിച്ച് ഭഗവാൻ ഇരുന്നരുളി. കാർമുകൾ നിറമാർന്ന ഉരുകിയ തങ്കം പോലെ തിളങ്ങി. ഉടയാടയും ഉത്തരയും ഒക്കെ മഞ്ഞപ്പട്ടണിഞ്ഞ് ശ്രീവത്സാങ്കിതനായി മന്ദഹാസ മനോഹരനായിട്ട് നീലക്കുന്തളന്റെ അതിസുന്ദരമായ ഭഗവാന്റെ രൂപം, ആ ഒരു രൂപത്തിൽ ഭഗവാൻ അവിടെ എല്ലാ ആഭരണങ്ങളും, കടകം, അങ്കദം, ഹാരം, നൂപുരം, കൗസ്തുഭം, വനമാല എല്ലാം അണിഞ്ഞ ആ സുന്ദരമൂർത്തിയായ കൃഷ്ണൻ അങ്ങനെ അവിടെ ഇരുന്നപ്പം തന്റെ പാതാരവിന്ദങ്ങൾ നമ്മളും കിടക്കുമ്പോ ഒരു പാദത്ത് മറ്റേ പാദത്തിൽ വെക്കാറില്ലേ, ഒരു കാലെടുത്ത് മറ്റേ കാലത്ത് വെച്ചപ്പോ ഭഗവാന്റെ ചെന്തലർ പോലെയുള്ള പാദങ്ങൾ. ദൂരെ നിന്നിട്ട് ഈ വ്യാധൻ ആരാണ് ജര എന്നറിയാമോ? ബാലിയാണ് ജരയായിട്ട് ജനിക്കുന്നത്. ശ്രീരാമാവതാരത്തിൽ ബാലിയെ അമ്പെയ്ത് കൊന്നപ്പോ ബാലി ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ ഞാൻ എന്ത് അപരാധം ചെയ്തിട്ടാണ് എന്നെ അമ്പെയ്ത് മറഞ്ഞു നിന്ന് കൊന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത് നിന്റെ ശക്തി
ശത്രുവിന് പകരുന്നൊരു അഭിമുഖമായിട്ട് നിന്നാല് നിന്റെ ശക്തി, ശത്രുവിന്റെ ശക്തി നിനക്ക് കിട്ടും. അതുകൊണ്ട് രണ്ടാമത് നീ വാനരനാണ്. വാനര ജാതിക്കാരെയൊക്കെ നമുക്ക് മൃഗങ്ങളെ കൊല്ലുന്നത് മറഞ്ഞു നിന്നിട്ടാണ്, നേർ നിന്നിട്ടല്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷേ എന്നാലും നീ ശ്രേഷ്ഠനാണല്ലോ, ബാലി ശ്രേഷ്ഠനാണ്, ശ്രേഷ്ഠപുത്രനുമാണ്. പിന്നെ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ശ്രീരാമൻ പറഞ്ഞു, ദ്വാപരയുഗത്തില് ഇതേ കർമ്മം നീ നിനക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ജരയായിട്ട് ജനിച്ചത് ബാലിയാണ്. ആ ബാലിക്ക്, ഈ ജരയ്ക്കാണ് കൂട്ടുകാരൻ കൊണ്ട് അമ്പ് കൊടുത്തത്, ആ ഒരു ഇരുമ്പ് കഷ്ണം ബാക്കി വന്നത് കൊടുത്തത്. അതുകൊണ്ടുള്ള അമ്പും കൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നോക്കിയപ്പോ നല്ല ഒരു മാനിന്റെ മുഖം പോലെ, നല്ല സുന്ദരമായ ഒരു മാൻകുട്ടിയെ പോലെ തോന്നും. അപ്പൊ അമ്പയച്ചപ്പോ അത് ഭഗവാന്റെ കാലിൽ കൊണ്ടു. അപ്പൊ മാനിനെ നമ്മള് ഒരു അമ്പെയ്ത് കൊന്ന വസ്തുവിനെ എടുക്കാനായിട്ട് വരണമല്ലോ. വരുമ്പോ നോക്കിയപ്പോഴാണ് ചതുർഭുജനും സർവ ആഭരണ വിഭൂഷിതനും അതിസുന്ദരനും മഹാശ്രേയസ്സനുമായ ഭഗവാൻ അവിടെ ഇരിക്കുന്നത് കണ്ട്. അപ്പം ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഭഗവാനെ, അറിയാതെ പറ്റിപ്പോയി, എന്താ ചെയ്യായി അപരാധം, അങ്ങയുടെ സ്മരിക്കുന്നവരെ അജ്ഞാനമെല്ലാം അകന്ന് ജ്ഞാനിയായി പോയല്ലോ എന്നുള്ള, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ എന്ന് ഭഗവാൻ പറഞ്ഞു, ജര പേടിക്കണ്ട, നിനക്ക് ഇതിന്റെ പാപമൊന്നും ഉണ്ടാവില്ല. എന്റെ സങ്കല്പം കൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്തത്, എന്റെ സങ്കല്പം കൊണ്ട് തന്നെയാണ് നീ ചെയ്തത്. അതുകൊണ്ട് നിനക്ക് സുഹൃതികളുടെ സ്ഥാനമായിട്ട് സ്വർഗത്തിലേക്ക് പോകാം. സുഹൃതികൾ എവിടെയാണോ സ്ഥാനം, സ്വർഗമാണ്, അവിടേക്ക് പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അനുമതി കൊടുത്ത് അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കുകയാണ്. അങ്ങനെ ഭഗവാൻ, സ്വേച്ഛാശരീരനായ ഭഗവാൻ ഇപ്രകാരം ആജ്ഞാപിച്ചപ്പോൾ ജര ഭഗവാനെ 3 വലത്തു വെച്ച് നമസ്കരിച്ച് സ്വർഗത്തിലേക്ക് പോയി. ദാരുകൻ, അപ്പൊ ദാരുകൻ ആരാണ്? ഭഗവാന്റെ തേരാളി. ദാരുകൻ ഈ സമയത്ത് ഭഗവാൻ എവിടെ പോയി? ഇവിടെയൊക്കെ യുദ്ധം നടന്ന് എല്ലാവരും മരിച്ചു കഴിഞ്ഞല്ലോ, നീ ഭഗവാൻ എവിടെ പോയി എന്ന് അന്വേഷിച്ചെടുക്കണം. ഭഗവാനെ കണ്ടു കിട്ടാനില്ല. അപ്പോഴത്തേക്കും തുളസി ഗന്ധം, തുളസിപ്പൂവിന്റെ മണം, തുളസി ഇലകളുടെ മണം കേട്ടത് അതിന്റെ കാണിച്ച് ആ മണം പിടിച്ച് വന്നപ്പോഴത്തേക്കും ഭഗവാൻ ഇങ്ങനെ അശ്വത്ഥത്തിന്റെ താഴെ ഇങ്ങനെ സർവാഭരണ വിഭൂഷണനായി ഐശ്വര്യത്തോടുകൂടി ഇരിക്കുന്ന കണ്ടു. അപ്പം സ്നേഹാർദ്ദ ചിത്തനായിട്ട് ദാരുകൻ കണ്ണുനീർ വാർത്തുകൊണ്ട് പിന്നെ ഭഗവാന്റെ അടുത്ത് ചെന്ന് കാൽക്കൽ വീണ് നമസ്കരിച്ചു. പ്രഭോ, അവനെ കാണാതെ ഞാൻ ഇങ്ങനെ കൂരിരട്ടിപ്പെട്ട പോലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, അപ്പൊ അദ്ദേഹം, ഈ ദാരുകൻ നോക്കി നിൽക്കെ തന്നെ ഗരുഡധ്വജനാണല്ലോ ഭഗവാൻ വിഷ്ണു, കൃഷ്ണനും. ആ ഗരുഡധ്വജമായ രഥം മുകളിലേക്ക് പോണത് കണ്ടു. ദാരുകൻ നോക്കി നിൽക്കുകയാണ്. ഭഗവാന്റെ രഥം മുകളിലേക്ക് പോയി. അതിന്റെ പുറകെ ശംഖചക്ര ഗദാപത്മങ്ങളും പോയി. ഭഗവാന്റെ എല്ലാ ആയുധങ്ങൾ, ശംഖം, ചക്രം, ഗദ, നന്ദകി, ഭഗവാന്റെ എല്ലാ ആയുധങ്ങളും അതിന്റെ പുറകെ പോകുന്നതായിട്ട് പിന്നെ കണ്ടു. അത് കണ്ട് വിസ്മയപ്പെട്ടുകൊണ്ട് പിന്നെ ദാരുകൻ ചോദിച്ചു, ഭഗവാനെ, ഇതെന്താണ് ഞാൻ കാണുന്നത്? അപ്പൊ ഭഗവാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, ദ്വാരകയിൽ പോകണം. ദ്വാരകയിൽ പോയിട്ട് അവിടെ എല്ലാവരും സ്വജനങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ, അച്ഛനമ്മമാരൊക്കെ അവിടെ ഉണ്ട്. അവരോടൊക്കെ ചെന്ന് പറയണം എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. യാദവ വംശം മുഴുവൻ തമ്മിൽ തല്ലി നശിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം. അവരോടൊക്കെ പറഞ്ഞിട്ട് നീ ദ്വാരകയിൽ പാർക്കരുത്, പെട്ടെന്ന് പോകണം. എല്ലാവരും എന്ന് വെച്ചാൽ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 7 ദിവസത്തിനകം ദ്വാരക കടലെടുക്കും. അതുകൊണ്ട് എല്ലാവരും പോണം. അർജുനന്റെ മേൽനോട്ടത്തിൽ എല്ലാവരും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവാനായിട്ട് പറയും. അങ്ങനെ ഒരു പിന്നെ മെസ്സേജ് ദാരുകൻ വശം ഭഗവാൻ കൊടുത്തയക്കുകയാണ്. അപ്പൊ ദാരുകൻ അവിടെ പോയിട്ട് വസുദേവരും ദേവകിയും രോഹിണിയും എല്ലാവരും ഉണ്ട്, ഉഗ്രസ് എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരോടും പറഞ്ഞു ഇതാണ് സംഭവിച്ചത്. അർജുനനും അവിടെ ഉണ്ടായിരുന്നു. അർജുനനോട് പറഞ്ഞു, പിന്നെ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും എല്ലാവരെയും ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. അവരെ കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകണം. കാരണം ദ്വാരക വെള്ളത്തിൽ മുങ്ങും, അപ്പൊ പിന്നെ ആരും ശേഷിക്കില്ല. അതുകൊണ്ട് എല്ലാവരും പോകാൻ പറഞ്ഞു. പിന്നെ എന്നിട്ട് പറയും, ഇതെല്ലാം ഭഗവാന്റെ മായയാണെന്ന് അറിഞ്ഞുകൊണ്ട് ശാന്തചിത്തരായിട്ട് പോവാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ആജ്ഞാപിച്ചതനുസരിച്ച് ദ്വാരകയിലെ ദാരുകൻ അവിടെ ചെന്ന്
അവിടേക്ക് പോയി. ആ സമയത്ത് ഇവിടെ എന്തുണ്ടായി? ഇവിടെ ഭഗവത് സമീപത്തേക്ക് പാർവതി പരമേശ്വരന്മാരും ബ്രഹ്മാവും ഇന്ദ്രാദി ദേവന്മാരും സനകാദി മുനികളും മാരീച്യാദി പ്രജാപതികളും എല്ലാവരും വന്ന് നിരന്നു. കാരണം പിതൃക്കൾ, സിദ്ധന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, ദേവവർഗം മുഴുവൻ, എല്ലാ ദേവവർഗത്തിൽ ഒരുപാട് വർഗങ്ങളുണ്ടല്ലോ, അവരെല്ലാവരും വന്ന് അണിനിരന്നു. ഭഗവാന്റെ അവതാര ലീലകളും പിന്നെ ദിവ്യകർമ്മങ്ങളും ഒക്കെ കുറിച്ച് പറഞ്ഞും പാടിയും അവര് ഭഗവാനെ വന്ദിച്ചും പുകഴ്ത്തിയും എല്ലാം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പം ഭഗവാന്റെ ആ ഒരു ലാസ്റ്റ് സ്വധാമത്തിലേക്ക് പോകുന്ന ആ ഒരു നിര്യാണം അത് കാണുവാൻ വേണ്ടിയിട്ടാണ് അവര് വന്നത്. സ്വധാമത്തിലേക്ക് ഭഗവാൻ പോകുന്നത്. അപ്പം സത്യം, ധർമ്മം, കീർത്തി തുടങ്ങിയ ഗുണങ്ങൾ വിളങ്ങിയിരുന്ന ഭൂമിയിൽ നിന്ന് ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങിയത് അവരെല്ലാവരും കണ്ടു. വൈകുണ്ഠത്തിലേക്ക് വിഷ്ണുദേവൻ പോയി. മഹാവിഷ്ണു ശ്രീമൻ നാരായണൻ മടങ്ങി. ആ നിമിഷം ഭൂമിയിൽ നിന്നും സത്യവും ധർമ്മവും അസ്തമിച്ചു. സത്യം, ധർമ്മം, കീർത്തി തുടങ്ങിയ ഗുണങ്ങൾ ഭൂമിയിൽ നിന്ന് ഭഗവാന്റെ ഒപ്പം തന്നെ അങ്ങ് പോയി, മറഞ്ഞു. ശ്രീകൃഷ്ണ വിരഹിതനായ ദാരുകൻ ദ്വാരകയിലെത്തി ഉഗ്രസേനന്റെയും വസുദേവരെയും കാൽക്കൽ വീണ യാദവംശനാശം പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ട് ജനങ്ങൾ നടുങ്ങി. എല്ലാവരും ബോധം കെട്ടു. കൃഷ്ണ വിരഹ വിഹ്വലരായവർ തലയ്ക്ക് തല്ലിക്കൊണ്ട് സ്വജനങ്ങൾ മരിച്ചു കിടക്കുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോയി. ദേവകിയും രോഹിണിയും വസുദേവരും കൃഷ്ണനെയും രാമനെയും കാണാതെ തന്നെ ബോധം കെട്ടു വീണു. അവരുടെ വേർപാട് പൊറുക്കാനാവാതെ അവർ സ്വയം ത്യാഗം ചെയ്തു. എന്നിട്ട് അവര് പിന്നെ മറ്റ് സ്ത്രീകൾ, അതായത് ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ, അവരെല്ലാവരും ഭർത്താക്കന്മാരുടെ ശവശരീരങ്ങളെ കെട്ടിപ്പിടിച്ച് എല്ലാവരും അവരുടെ ചിതയിലേക്ക് പ്രവേശിക്കുകയാണ്. അവരുടെ ചിതയിൽ രാമപത്നികൾ, അതായത് ബലരാമന്റെ പത്നിമാര് പിന്നെ ഉണ്ടല്ലോ, അവരെല്ലാം രേവതിയൊക്കെ, അവരെല്ലാവരും പിന്നെ ഭഗവാന്റെ ദേഹത്തെ, അതായത് ബലരാമന്റെ ദേഹത്തിലെ കൂടെ തന്നെ പിന്നെ ചിതയിൽ കയറാണ്. പിന്നെ കൃഷ്ണന്റെ മക്കളുടെ ഭാര്യമാരും കൊച്ചുമക്കളുടെ ഭാര്യമാരും എല്ലാവരും, കൃഷ്ണപ്രിയായ രുക്മിണിയും എല്ലാ ദേവികളും ഭഗവാനെ നനച്ചുകൊണ്ട് അവര് ഭഗവാൻ പറഞ്ഞ എല്ലാ ഉപദേശങ്ങളും സ്മരിച്ചുകൊണ്ട് പിന്നെ ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കുകയാണ്. അപ്പം പിന്നെ അർജുനൻ മാത്രം ബാക്കിയായി. അർജുനനും കുറെ സ്ത്രീകളും കുറച്ച് കുറെ വൃദ്ധന്മാരും കുറച്ച് കുട്ടികളും മാത്രം ബാക്കിയായി. അപ്പം അർജുനന് പക്ഷേ ഗീതാ ശ്രവണം കൊണ്ട് പൂർണ്ണമായിട്ടും ജ്ഞാനം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് അർജുനന് ഇതൊക്കെ ഭഗവാന്റെ മായയാണ് എന്ന് പറഞ്ഞു, വംശനാശം വന്നതൊക്കെ മായയാണെന്ന് മനസ്സിലായി. പക്ഷെ സ്വധർമ്മം ചെയ്യണമല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി അവര് കുടുംബത്തിലുള്ളവരാണല്ലോ അർജുനൻ. അപ്പൊ എല്ലാവർക്കും വേണ്ടി അർജുനൻ തന്നെ യഥാവിധി പിന്നെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തു എല്ലാവർക്കും വേണ്ടി. എന്നിട്ട് അർജുനൻ നോക്കി നിൽക്കെ തന്നെ ദ്വാരക കടലിലേക്ക് മുങ്ങിത്താഴ്ന്നു. ഭഗവാന്റെ മന്ദിരം മാത്രം കടലിൽ മുങ്ങിയില്ല. ശ്രീകൃഷ്ണ മന്ദിരം ഭഗവാന്റെ മുങ്ങിയില്ല. അവിടെ ഭഗവാൻ ഹരി നിത്യവും സന്നിധാനം ചെയ്തിരുന്നു. ആ സ്ഥാനം സർവമംഗളകരവും പിന്നെ അശുഭനാശനവുമായിട്ട് ഇന്നും വിളങ്ങുന്നു. യാദവ യുദ്ധത്തിൽ കൊല്ലപ്പെടാതെ അവശേഷിച്ച സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും കൂട്ടിക്കൊണ്ട് അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്ന വഴിക്ക് കുറെ ആൾക്കാർ സ്ത്രീകളെയൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനായിട്ട് ഈ പിന്നെ യാദവ സ്ത്രീകളെയും കൊണ്ട് പോകുമ്പോഴ് ഈ ജോനകന്മാർ എന്ന് പറയും, അതായത് പിന്നെ മ്ലേച്ഛന്മാർ, അവര് കുറെ പേര് വന്ന് ഈ സ്ത്രീകളെയൊക്കെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കുമ്പോഴത്തേക്കും അർജുനൻ ഗാണ്ഡീവം എടുക്കുമ്പോൾ അർജുനന് ഗാണ്ഡീവം ഒരമ്പ് പോലും അയക്കാൻ സാധിക്കില്ല. അർജുനന് ഒരമ്പ് പോലും അയച്ച് ഒരാളെയും രക്ഷിക്കാനായിട്ട് സാധിക്കുന്നില്ല അർജുനന്. അങ്ങനെ കുറെ പേരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ശേഷിച്ചവരെയും കൊണ്ട്. അപ്പൊ അർജുനന് മനസ്സിലായി അർജുനന്റെ ശക്തി മുഴുവൻ കൃഷ്ണനായിരുന്നു. അർജുനന്റെ ഗാണ്ഡീവത്തിന്റെ ശക്തിയും സവ്യസാചി എന്നുള്ള പേരും ആ സർവ്വ സാമർഥ്യവും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടുണ്ടായിരുന്നതായിരുന്നു അർജുനന് നന്നായിട്ട് മനസ്സിലായി. അർജുനൻ കണ്ണുനീരൊലിപ്പിച്ച് ഹൃദയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിന്നെ ബാക്കി ശേഷിച്ച കുറച്ചുപേരെയും കൂട്ടിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയിട്ട് അവിടെ ചെന്നിട്ട് അർജുനൻ അവിടെ എത്തുമ്പോഴത്തേക്കും പിന്നെ കുന്തി ദേവി കുറെ നാളായി അർജുനൻ പോയിട്ട് കണ്ടില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് അർജുനൻ തിരിച്ചു വന്നു എന്നുള്ള വിവരം പറഞ്ഞു. പക്ഷെ അർജുനന്റെ വരവ് കാണുമ്പോൾ തന്നെ യുധിഷ്ഠിരന്റെ ഭയങ്കരമായ മനസ്സ് വല്ലാതെ വ്യഥിതമാവും, വല്ലാതെ വ്യഥ വരാൻ തുടങ്ങും. അപ്പൊ എന്താണ് ഇതിന് കാരണം? അർജുനൻ മുഖം കുനിച്ച് നടക്കുകയോ
ഒരിക്കലും നടക്കാത്ത കാര്യം. എന്താണ് അർജുനൻ മുഖം കുനിച്ചു അപ്പം എന്ന് ചോദിച്ചപ്പം അർജുനൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൃഷ്ണൻ പോയ കാര്യം പറഞ്ഞു. അത് കേട്ട നിമിഷം തന്നെ കുന്തി ദേവി ജീവൻ വെടിഞ്ഞു. ഭഗവാൻ പോയി കഴിഞ്ഞ കൃഷ്ണൻ പോയി കഴിഞ്ഞ ലോകത്ത് കുന്തി ദേവിക്ക് ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പറ്റില്ല. ആ നിമിഷം കുന്തി ദേവി ദേഹം ഉപേക്ഷിച്ചു. അപ്പൊ തന്നെ യുധിഷ്ഠിരനും നാല് നമുക്കിനി ഇവിടെ യാതൊരു കാര്യവുമില്ല, നമുക്കും പോവാം മഹാപ്രസ്ഥാനം, നമ്മുടെ മഹാപ്രസ്ഥാനത്തിന് തിരിക്കാം എന്ന് പറഞ്ഞിട്ട് അവര് വജ്രൻ എന്നുള്ള ഒരാള് മാത്രം ബാക്കി യാദവ യുദ്ധത്തില് കൊല്ലപ്പെടാതെ ശേഷിച്ചിരുന്നു. ആരാണെന്നറിയാമോ? അനിരുദ്ധന്റെ പുത്രനായ വജ്രൻ. പ്രദ്യുമ്നന്റെ പുത്രനായ അനിരുദ്ധന്റെ പുത്രനായ വജ്രനെ അവിടെ രാജാവായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ വാഴിച്ചു. ഇവിടെ ഹസ്തിനപുരത്തില് പിന്നെ നമ്മുടെ പരീക്ഷത്ത് ആരാണ്? പിന്നെ ഉത്തരയുടെ മകൻ, അഭിമന്യുന്റെ മകൻ. ഇവിടെ പരീക്ഷത്തിനെ വേണ്ടിയിട്ട് ഈ 5 പേരും എത്രയൊക്കെ പരീക്ഷത്ത് ഒരുപാട് അപേക്ഷിക്കും, പോരുതേ ചെറിയ കുട്ടിയായിരുന്നു പരീക്ഷത്ത്. പോരുതേ എന്നെ ഉപേക്ഷിച്ച് പോരുതേ എന്ന് പറഞ്ഞിട്ട് ഒന്നും കേൾക്കാതെ അവരൊന്നും ഇല്ല, നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ 5 പേരും ഒന്നും എടുക്കാതെ എല്ലാം ദാനം ചെയ്തിട്ട് അങ്ങനെ തന്നെ ഉടുവസ്ത്രത്തോടുകൂടി ഇറങ്ങി പോവാണ് നഗ്നപാതരായി. അവരുടെ പുറകെ ദ്രൗപദിയും പോകും. ബാക്കി ഭാര്യമാരൊന്നുമില്ല. ദ്രൗപദി അവരൊരിക്കലും പിരിഞ്ഞിട്ടില്ല. അപ്പൊ ദ്രൗപദി അവരുടെ പുറകെ പോയി ഒന്നൊന്നായിട്ട് മരിച്ചു വീഴുകയാണ്. ആ കഥ അറിയാലോ, ഒന്നൊന്നായിട്ട് മരിച്ചു വീഴുകയാണ്. പക്ഷെ ആ സമയത്തുണ്ട് ഇങ്ങനെ പോവാണ്, നോർത്തിലേക്ക് പോവാണ് അവര്. അങ്ങനെ പോണ വഴിക്ക് ഒരു പട്ടി നമ്മുടെ യുധിഷ്ഠിരന്റെ കൈ കയറി പിടിച്ച് യുധിഷ്ഠിരന്റെ കൂടെ നടക്കാൻ തുടങ്ങി സ്വർഗത്തില് കവാടത്തിലെത്തിയപ്പോ പറഞ്ഞു, ഇല്ല ശ്വാനനെ അകത്ത് കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇല്ല, എന്റെ കൂടെ വന്നവരെല്ലാം പോയി, എന്റെ കൂടെ ഈ ശാനൻ മാത്രമേ വന്നിട്ടുള്ളൂ, ഈ ശാനന് വേണ്ടാത്ത സ്ഥലത്ത് എനിക്കും കയറണ്ടെന്ന് പറയും. അത്രയ്ക്ക് ധർമ്മനിഷ്ഠനായിരുന്നു യുധിഷ്ഠിരൻ. അപ്പം ഈ ശാനൻ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ തന്നെ അച്ഛനായ ധർമ്മജൻ, അതായത് കാലൻ, അദ്ദേഹം തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് മകനെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കഥയുണ്ട്. അങ്ങനെ പിന്നെ ബാലലീലകളും പിന്നെ അപ്പൊ അങ്ങനെയാണ് ഭഗവാൻ ദേവദേവനായ മഹാവിഷ്ണുവിന്റെ ഈ അവതാരത്തെയും ദിവ്യകർമ്മങ്ങളെയും ശ്രദ്ധയോടെ കീർത്തിക്കുന്ന മനുഷ്യൻ സർവ പാപങ്ങളിൽ നിന്ന് മുക്തരായിത്തീരും. ഇപ്രകാരം ഹരിയുടെ മനോജ്ഞമായ അവതാരത്തെയും പരമസുഖസന്ദായങ്ങളായ ബാലലീലകളെയും അസുര നിഗ്രഹാദി പരാക്രമങ്ങളെയും കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നവന് ഇഹത്തിലും പരത്തിലും പരമഹംസൻ എന്ന് വെച്ചാൽ വളരെ ശ്രേഷ്ഠരായ യോഗികളാണ് പരമഹംസന്മാർ. ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്ന പരമഹംസ അവസ്ഥയെ പ്രാപിക്കുകയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ എത്തണമെങ്കിൽ ഭഗവാന്റെ കഥ ശ്രദ്ധയോടെ കേട്ടാൽ മതി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇഹത്തിലും പരത്തിലും പരമഹംസന്മാരുടെ അവസ്ഥ ലഭിച്ചുകൊണ്ട് അവർക്ക് പരമാശ്രമായ ഭഗവത് പദത്തിൽ തന്നെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അതിന് പിന്നെ ഭാഗവത ശ്രവണം കൊണ്ട് അത് സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ പരീക്ഷത്തിനോട് അങ്ങനെ ചോദിച്ച് അനുദിനം കലികാല വൈഭവം കൊണ്ട് പിന്നെ ധർമ്മം, സത്യം, ശൗചം, ക്ഷമ, ദയം, ബല എന്നിവയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ പറഞ്ഞിട്ടാണല്ലോ പോയത്. അപ്പൊ കലികാല ദോഷം മൂലം വേറൊരു സംഗതി ഉണ്ടായത്, വളരെ ആജാനുബാഹുക്കളായിരുന്നു ദ്വാപരയുഗത്തിലെ എല്ലാവരും. ആജാനുബാഹുക്കളായ ആൾക്കാരായിരുന്നു. ശരീരം ചെറുതാവാൻ തുടങ്ങി. ഇപ്പൊ കണ്ടില്ലേ, 5 അടി 4 അടി 3 അടിയൊക്കെ ഉള്ള ആൾക്കാരല്ലേ നമ്മളെല്ലാവരും. അപ്പൊ അങ്ങനെ വളരെ ശുഷ്ക ശരീരരായി അവര് വർണ്ണികളും ആശ്രമികളും വേദമാർഗം അനുസരിക്കാതെ പിന്നെ പിന്നെ ശരിയായ ധർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാതെ പിന്നെ പാഖണ്ഡന്മാരായി തീരും. അതായത് തെറ്റായ ധർമ്മങ്ങളെ തെറ്റായി ആചരിക്കുന്നവരാണ് പാഖണ്ഡന്മാർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് കലിയുഗത്തിൽ വരുന്നത്. കലിയുഗത്തില് ബ്രാഹ്മണാദി വർണ്ണങ്ങൾ ശൂദ്രപ്രായരാകും, പശുക്കൾ ആടുകളെ പോലെ ആകും, ഗൃഹസ്ഥ എല്ലാവരും ഉപേക്ഷിക്കും. ഇവിടെ ഇപ്പം ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ കലിയുഗത്തിൽ പിന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം കഴിയുമ്പോഴത്തേക്കും ഭഗവാൻ എന്ത് ചെയ്യും? ധർമ്മമൂർത്തിയായ ഭഗവാൻ വീണ്ടും ഇങ്ങനെ കലികാലം ഇങ്ങനെ പോയി ചതുർയുഗങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഇത് അവസാനിച്ചു കഴിയുമ്പോൾ ഭഗവാൻ ജനിക്കും. എങ്ങനെ അറിയാമോ? പിന്നെ ശംഭല ഗ്രാമത്തിലെ പ്രമുഖനായ വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണന്റെ ഭവനത്തിൽ കൽക്കി രൂപേണ ഭഗവാൻ അവതരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് വരാൻ പോണത്.
കൽക്കി രൂപേണ വിഷ്ണു യശസ്സിന്റെ പുത്രനായി കൽക്കി രൂപേണ ഭഗവാൻ അപ്പൊ ദേവദത്തം എന്ന് പേരുള്ള അശ്വത്തിലേറി അതിവേഗം ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ച് രാജവേഷത്തോടുകൂടി കോടിക്കണക്കിന് വൈരികളെ വാൾ കൊണ്ട് കൊന്നുകൊണ്ട്, അതായത് പിന്നെ പരശുരാമൻ ചെയ്തതുപോലെ ദുഷ്ടന്മാരെ മുഴുവൻ ഈ ദേവദത്തം എന്ന കുതിരപ്പുറത്ത് ഏറിക്കൊണ്ട് കൽക്കി അവതാരമായിട്ട് വരുന്ന ഭഗവാൻ എല്ലാ ശത്രുക്കളെയും കൊല്ലും. കൊന്നു കഴിയുമ്പം ഭഗവാന്റെ ശരീരത്തിലെ അംഗരസങ്ങളുടെ സൗരഭ്യം, അതായത് ചന്ദനവും ഒരുപാട് പിന്നെ അകിലും അങ്ങനെയുള്ള എല്ലാ സൗരഭ്യ വസ്തുക്കളുടെയും അത് പൗരന്മാരും എല്ലാവരെയും അന്ധകരണം വീണ്ടും പരിശുദ്ധമായി തീരും. കലികാലം തീർന്നിട്ട് അങ്ങനെ അവര് പരിശുദ്ധമായി തീരുമ്പം മഹാവിഷ്ണുവിനെ സദാ സ്മരിക്കാൻ അവർക്ക് ഇടവരും. അങ്ങനെ ഇടവരുമ്പം അവർക്ക് വീണ്ടും സന്താന സമൃദ്ധിയും ഒക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങും. അങ്ങനെ ധർമ്മമൂർത്തിയായ ഭഗവാൻ കൽക്കിയായ അവതാരം എടുക്കുന്നത് മുതൽ വീണ്ടും കൃതയുഗം ആരംഭിക്കും. വീണ്ടും ആദ്യം തൊട്ട് കൃതയുഗം, പിന്നെ ദ്വാപരയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, അങ്ങനെ അതിന്റെ ആരോഹണം തുടങ്ങുമ്പം ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത നിമിഷം മുതൽ കലിയുഗം ആരംഭിച്ചു എന്നാണ് പൂർവ്വ ആചാര്യന്മാരെല്ലാവരും പറയുന്നത്. 1000 ദിവ്യ സംവത്സരങ്ങൾ നീണ്ടു നിൽക്കുന്ന കലിയുഗം അവസാനിക്കുമ്പോൾ മനുഷ്യരുടെ മനസ്സിന് ആത്മപ്രകാശം അരുളുന്ന കൃതയുഗം വീണ്ടും ആരംഭിക്കും. അതായത് ഈ കലിയുഗം കഴിയുമ്പോൾ ഒരു പ്രളയം ഉണ്ടാവുന്നില്ല. പ്രളയം ഉണ്ടാവാതെ തന്നെ പിന്നെ മനുഷ്യരുടെ മനസ്സിൽ ആത്മപ്രകാശം കൽക്കി അവതാരം കൊണ്ടുണ്ടാവും. കൽക്കിയുടെ അവതാരം കൊണ്ട് കൃതയുഗം വീണ്ടും ആരംഭിച്ച് മനുവംശത്തിൽ ഏർപ്പെട്ട മാതിരി പിന്നെ ഓരോ കാര്യങ്ങൾ വീണ്ടും അപ്പൊ രാജാവ് ചോദിച്ചു, കലികാലത്ത് വർഷിച്ചു വരുന്ന ദോഷങ്ങളെ എങ്ങനെയാണ് ജനങ്ങൾ ഇല്ലാതെയാക്കുക എന്ന് ചോദിക്കും. അപ്പൊ ശുക്രൻ പറഞ്ഞു, കൃതയുഗത്തിൽ പിന്നെ 4 കാലുണ്ടായിരുന്നു ധർമ്മത്തിന്. കൃതയുഗത്തില് സത്യം, ദയ, തപസ്, ദാനം എന്ന 4 കാലുള്ള ഒരു പശുവാണെന്ന് സങ്കല്പിക്കുക. ധർമ്മത്തിന്റെ 4 പാദങ്ങളാണ് ഇത്. എന്തൊക്കെ? സത്യം, ദയ, തപസ്, ദാനം. അക്കാലത്തെ ജനങ്ങള് കൃതയുഗത്തിൽ അവരെല്ലാവരും കൃതകൃത്യരായിരുന്നു. അവർക്ക് ദയവുണ്ട്, അവർക്ക് സംതൃപ്തിയുണ്ട്, അവര് ശാന്തരാണ്, ദാനശീലരാണ്, ആധ്യാത്മവൃത്തിയിൽ വളരെ നിരതരായിരുന്നിരിക്കും. ത്രേതായുഗത്തിൽ ഈ ധർമ്മത്തിന്റെ പാദം 3 ആവും. ഒന്ന് നഷ്ടപ്പെടും. കലികാലത്തിൽ ജനങ്ങൾ അല്പദൃഷ്ടികളും ഭാഗ്യഹീനരും അതിഭോജികളും കാമികളും നിർധനരും. കലികാലത്തിൽ എത്തുമ്പോഴത്തേക്കും ഒരു കാലേ ഉള്ളൂ ധർമ്മത്തിന്, സത്യം മാത്രം. ആ സത്യം മാത്രമുള്ള കാലുള്ളത് കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത്. സത്യമാണ് പോയിരുന്നതെങ്കിൽ നിലനിൽക്കില്ലായിരുന്നു. സത്യം എന്നുള്ള പാദം ശേഷിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും നടക്കുന്നത്. മനസ്സിലായില്ലേ? നാട്ടിലെ പ്രമാണികളും രാജാക്കന്മാരൊക്കെ പ്രജകളെ പീഡിപ്പിക്കുന്നവരായിത്തീരും കലികാലത്തില്. ദ്വിജന്മാർ ഉദര പ്രാപ്തിക്ക് വേണ്ടി പൂജകൾ ഏർപ്പെടും. അതുപോലെ തന്നെ ബ്രഹ്മചാരികൾ വ്രതദീക്ഷയൊന്നും പാലിക്കില്ല. തപസ്വികളും ഗ്രാമവാസികളും സന്യാസികളും ഒക്കെ ധനലോഭികളാകും. സ്ത്രീകൾ അശ്വകായരും അമിതമായി ആഹാരം കഴിക്കുന്നവരും അനവധി സന്താനങ്ങളെ ജനിപ്പിക്കുന്നവരും നിർലജ്ജകളും. എത്ര കാലം മുമ്പ് എഴുതി വെച്ചാണ് നോക്കിക്കോളൂ. എത്ര സത്യസന്ധമായിട്ടാണ് നടക്കുന്നതെന്ന് ആലോചിച്ചോളൂ. വഞ്ചന സാഹസം ഇവയിൽ പ്രിയമുള്ളവരായിരിക്കും സ്ത്രീകളും. നീചന്മാരും വഞ്ചകരുമായ വ്യാപാരികളായിരിക്കും ക്രയവിക്രയം ചെയ്യുന്നത്. അതായത് എല്ലാ വർണ്ണവും ദുഷിക്കും. ബ്രാഹ്മണം, വൈശ്യരും, ശൂദ്രരും, ക്ഷത്രിയരും എല്ലാവരും നാശത്തിലാണ് നടക്കുന്നത്. ക്രയവിക്രയം നടത്തുന്നത് വഞ്ചനയോടുകൂടിയായിരിക്കും. സർവോത്തമനെങ്കിലും വിത്തഹീനനായ യജമാനനെ ഭൃത്യന്മാരും പരമ്പരയാ കുടുംബത്തെ സേവിച്ചു പോരുന്നവരുമായ കുലത്തിൽ പിറന്നവനായാലും രോഗാദികൾ കൊണ്ടോ മറ്റോ വേല ചെയ്യാൻ വയ്യാതായ ഭൃത്യനെ യജമാന്മാർ ഉപേക്ഷിക്കും. ഒരുപാട് കാലം സേവിച്ച ഒരു ഭൃത്യനാണെങ്കിൽ പോലും അയാൾക്ക് വയ്യാണ്ട് ആയാൽ യജമാനന്മാർ അയാളെ ഉപേക്ഷിക്കും, അയാളെ സംരക്ഷിക്കില്ല. അത്രേ കലികാലത്തില്. കറവ പറ്റിയ പശുക്കളെ ആളുകൾ രക്ഷിക്കയില്ല. കാര്യാലോചന നടത്തുന്നത് സാലന്മാരും ഭാര്യ സോദരന്മാരുമായിട്ടായിരിക്കും. ആളുകൾ കാമിനി കിങ്കരരും ദീനരുമായി തീരും. ശൂദ്രന്മാർ തപസ്സുവേഷം ധരിച്ച് ദാനം സ്വീകരിച്ച് കാലയാപനം നടത്തും.
ധർമ്മമറിയാത്തവൻ ഉയർന്ന സ്ഥാനത്തിരുന്ന് ധർമ്മോപദേശം നടത്തും. അനാവൃഷ്ടി നിമിത്തം ആഹാരം കിട്ടാതെ പട്ടിണി കിടന്ന് ജനങ്ങൾ വിശ്രമിക്കും. വസ്ത്രം, ഭക്ഷണം, പാനം, ശയനം, ഭോഗം, സ്നാനം, ഭൂഷണം, ജീവിതത്തിന് ആവശ്യമായ ഇതൊന്നുമില്ലാതെ ജനങ്ങൾ കലിയിൽ പിശാചുക്കളെ പോലെ ആയിത്തീരും. എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അല്പം പണത്തിനായി ആളുകൾ സ്നേഹം വിടഞ്ഞ് വഴക്കടിച്ച് സ്വജനങ്ങളെ പോലും കൊല്ലും. ജീവൻ വെടിയും. ഉദരോപസ്ഥ, അതായത് ഉദരത്തിനും ഉപസ്ഥം, അതായത് സെക്ഷൽ, അതിനു വേണ്ടിയിട്ട് മാത്രം ആൾക്കാർ വൃദ്ധരായ മാതാപിതാക്കളെയും മക്കളെയും രക്ഷിതാക്കളെയും എല്ലാവരെയും ഉപേക്ഷിക്കും. അത് മാത്രമല്ല, വേണമെങ്കിൽ അവരെ കൊല്ലുകയും ചെയ്യും. ഇങ്ങനെ ശുക്രൻ പറഞ്ഞു. അങ്ങനെ പരമാണു തുടങ്ങി ദുപരാർത്ഥം വരെയുള്ള കാലസ്വരൂപത്തെയും കൃതാതികങ്ങളുടെ കാലക്രമത്തെയും ഞാൻ അങ്ങയോട് പറഞ്ഞു. ഇനി കൽപ്പങ്ങളിലും ലയങ്ങളെ കുറിച്ച് അപ്പൊ പിന്നെ പറയാണ്, ബ്രഹ്മാവിന്റെ പകൽ കഴിഞ്ഞാൽ രാത്രിയാവും. രാത്രിയാവുമ്പോ എന്തുണ്ടാവും? രാത്രിയും 1000 ചതുർയുഗങ്ങളാണ്. പകലിപ്പോ 1000 ചതുർയുഗങ്ങളാണ്. കലികാലത്തില് കൽക്കിയുടെ അവതാരത്തോടുകൂടി കൃതയുഗം ആരംഭിക്കുമെങ്കിലും ഭഗവാന്റെ ബ്രഹ്മാവിന്റെ രാത്രിയായാൽ പ്രളയമുണ്ടാവും. ബ്രഹ്മാവിന്റെ രാത്രിയായാൽ പ്രളയമുണ്ടാവും. അതിനാണ് ബ്രഹ്മാവിന്റെ രാത്രിക്കാണ് പ്രളയം എന്ന് പറയുന്നത്. അപ്പൊ എന്തുണ്ടാവും? ഭഗവാൻ എല്ലാം ഉള്ളിലൊതുക്കും. എന്നിട്ട് ദീർഘമായ യോഗനിദ്രയില് ലയിക്കും ഭഗവാൻ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാലം കഴിയും. ഇത്രയും 1000 യുഗം, ചതുർയുഗങ്ങൾ, ഓരോ ചതുർയുഗവും 1000 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അതിനുശേഷമാണ് ബ്രഹ്മാവിന്റെ പകൽ തുടങ്ങുന്നത്. അത്രയും കാലം ഭഗവാൻ ഇതിനെല്ലാം, എല്ലാ ബീജങ്ങളെയും ഉള്ളിലൊതുക്കി യോഗനിദ്രയിലായിരിക്കും. പിന്നെ പകൽ തുടങ്ങുമ്പോൾ ഭഗവാൻ ഉണരും. വീണ്ടും ഇതെല്ലാം ബ്രഹ്മാവിന് നൽകും. വീണ്ടും പിന്നെ കൽപ്പം എല്ലാം ഇതുപോലെ തന്നെ വീണ്ടും ആചരിക്കും. അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ കഥയൊക്കെ പറയുന്നതാണ് സൂതൻ പറഞ്ഞു കൊടുക്കുന്നത്. ശുകൻ പറഞ്ഞ കഥ സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ സർവാത്മദർശിയും വ്യാസപുത്രനുമായ ശുക്രനാൽ വിവരിക്കപ്പെട്ട ഈ ഭാഗവതത്തെ വിഷ്ണുരക്ഷിതനായ പരീക്ഷിത്ത് ശുകന്റെ പാദതലത്തിൽ സ്വശിരസ് സമർപ്പിച്ച് എഴുതിച്ച് വ്യഥാനിലയായി നിൽക്കും. അപ്പൊ കഥകളെല്ലാം 7 ദിവസമായിട്ട് ഒരു ആഹാര നീഹാരാദികൾ ഇല്ലാതെ, ജലപാനം പോലും ഇല്ലാതെയാണ് പരീക്ഷിത്ത് ഭാഗവതം കേട്ടത്. ഒരു വെള്ളം പോലും കുടിക്കാതെ. അത് കഴിഞ്ഞ് കഥ മുഴുവൻ പറഞ്ഞു തീർത്തപ്പം എന്ത് ചെയ്തു? ശുഗബ്രഹ്മർഷിയുടെ കാൽക്കൽ വീണ് പരീക്ഷിത്ത് നമസ്കരിക്കുമ്പം എന്നിട്ട് പറഞ്ഞു, അനാദിയും അനന്തനുമായ ഹരിയുടെ മഹിമകൾ അവിടുന്ന് എനിക്ക് ഉപദേശിച്ചു തന്നു. കരുണാമൂർത്തിയായ അങ്ങയാൽ ഞാൻ അനുഗ്രഹിതനായി, ഞാൻ കൃതാർത്ഥനായി. പരീക്ഷിത്ത് ഗുരുവിനെ പൂജിച്ചു. ശുക്രാചാര്യ ശുഗൻ പരീക്ഷത്തിനെ അനുഗ്രഹിച്ച് അനുജ്ഞ നൽകി ഭിക്ഷുക്കളോടൊപ്പം, ഒരുപാട് ഭിക്ഷുക്കൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവന്റെ എല്ലാം കൂടെ ശുഗബ്രഹ്മർഷി തിരിച്ചു പോവുകയാണ്. അന്നേരം രാജർഷിയായ പരീക്ഷിത്ത് ജീവനെ അടക്കി നിശ്ചലനായിരുന്ന ബുദ്ധി കൊണ്ട് മനസ്സിനെ പ്രത്യേക ആത്മാവിൽ ഉറപ്പിച്ചുകൊണ്ട് പരമാത്മാവിനെ ധ്യാനിച്ചു. പരീക്ഷത്തെ ഗംഗാതീരത്തിൽ പൂർവാഗ്രമായി വിരിച്ച ദർഭയിൽ ഉത്തരാഭിമുഖമായി നിസ്സംഗനും ഗതസന്ദേഹനുമായിട്ട് ഇരുന്നു കൊണ്ട് യോഗനിഷ്ഠയിൽ ബ്രഹ്മഭൂതനായി. അങ്ങനെ ഇരിക്കുമ്പോൾ തക്ഷകൻ, നമ്മളൊരു കഥ കേട്ടിട്ടുള്ളത്, തക്ഷകൻ ഒരു ഫലം എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുക, ആർക്കും വരാൻ വയ്യാത്ത വിധത്തിലുള്ള പാറാവുണ്ടല്ലോ. അപ്പൊ തക്ഷകൻ ഒരു ഓറഞ്ചിന്റെ അകത്തൊരു ചെറിയ പുഴുവായിട്ടിരുന്നു. അങ്ങനെ ആ പുഴു ആ ഓറഞ്ച് എടുത്ത് തൊലിച്ചപ്പം ഈ തക്ഷകൻ പുറത്ത് വന്ന് പരീക്ഷനെ കടിച്ചു എന്നൊരു വേർഷൻ ഉണ്ട്. ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് അദ്ദേഹം അങ്ങനെ ബ്രഹ്മനിഷ്ഠനായി തപസ്വിയായിട്ട് അങ്ങനെ വർത്തിക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണ കുമാരന്റെ വേഷത്തില് ഈ തക്ഷകൻ വരികയാണ് പരീക്ഷത്തിനെ കടിക്കാനായിട്ട്. വരുമ്പത്തേക്കും വഴിയിൽ വെച്ചിട്ട് അദ്ദേഹം കശ്യപ മഹർഷിയെ കണ്ടു. കശ്യപ മഹർഷിക്ക് ഒരു വലിയ സിദ്ധിയുണ്ട്. എന്താ അറിയൂ? വിഷഹാരിയാണ് അദ്ദേഹം. എത്ര വലിയ വിഷത്തെയും ഹരിക്കാനുള്ള കഴിവുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് തക്ഷകൻ എന്ത് ചെയ്തു? കശ്യപനെ ഒരുപാട് സമ്പത്തും ധനവും അതെല്ലാം കൊടുത്ത് പ്രീതിപ്പെടുത്തി തിരിച്ചയക്കും. കാരണം കശ്യപൻ വന്നു കഴിഞ്ഞാൽ തക്ഷകന്റെ കടിയേറ്റാലും പരീക്ഷത്തിന് മരണം ഉണ്ടാവില്ല. അദ്ദേഹം അത്ര വലിയ വിഷഹാരിയാണ്. അതുകൊണ്ട് ധനം നൽകി തൃപ്തിപ്പെടുത്തി
തിരിച്ചയച്ചു. എന്നിട്ട് സ്വേച്ഛ പോലെ രൂപം ധരിക്കാനുള്ള കഴിവ് തക്ഷകനുണ്ടല്ലോ. അതുകൊണ്ട് ഒരു ചെറിയ ഒരു ബ്രാഹ്മണ രൂപത്തിൽ വന്ന് അടുത്ത് വന്ന് നിന്നു. നിന്നപ്പോ രാജാവ് ബ്രാഹ്മണൻ എന്ന് വിചാരിച്ചു. അപ്പം അടുത്ത് വന്ന് നിന്ന ശേഷം അദ്ദേഹം തന്റെ തക്ഷക രൂപം സ്വീകരിച്ച് രാജാവിനെ കടിച്ചു. രാജർഷിയുടെ ദേഹം തക്ഷകന്റെ വിഷമല്ലേ, അത് തൊട്ട നിമിഷത്തിൽ തന്നെ ഭസ്മമായിപ്പോയി. സുരന്മാരും അസുരന്മാരും എല്ലാവരും, നരന്മാരും അവിടെ കൂടിയിരുന്ന എല്ലാവരും വിസ്മയിച്ചു പോയി. ഒരു കടി കടിച്ചതും പരീക്ഷിത്ത് ഭസ്മമായി അവിടെ വീണു. പിതാവായ പരീക്ഷത്തിനെ തക്ഷകൻ കടിച്ചു എന്ന് കേട്ട കോപാക്രാന്തനായ ജനമേജയൻ, അദ്ദേഹത്തിന്റെ മകൻ, ബ്രാഹ്മണരെ കൊണ്ട് സർപ്പസത്രം നടത്തിച്ച് എല്ലാ സർപ്പങ്ങളെയും ഹോമിച്ചു കൊല്ലാൻ തുടങ്ങും. അധമനായ തക്ഷകൻ എന്താണ് വരാത്തത്? അപ്പം തക്ഷകൻ ഇന്ദ്രനെ ശരണം പ്രാപിച്ചതുകൊണ്ട് പിന്നെ തക്ഷകൻ വീഴില്ല അതില്. അവസാനം ജനമേജയൻ പറഞ്ഞു, എന്നാൽ ഇന്ദ്രനെയും തക്ഷകനെയും ഒന്നിച്ചു കൊല്ലലാണ്. അപ്പൊ പറഞ്ഞു, വേണ്ട, തക്ഷക ഇന്ദ്രനോടൊപ്പം നീ യാഗാഗ്നിയിൽ വരിക എന്ന് പറഞ്ഞു. അപ്പം ആഹ്വാനം ചെയ്തപ്പോൾ വിമാനത്തോടും തക്ഷകനോടും കൂടി ഇളക്കപ്പെട്ട ഇന്ദ്രൻ സംഭ്രാന്തനായി തീർന്നു. ഇന്ദ്രൻ തക്ഷകനോടുകൂടി വിമാനത്തിൽ ആകാശത്തു നിന്നും വീഴുന്നത് കണ്ട് ബൃഹസ്പതി, അതായത് ദേവഗുരുവായ ബൃഹസ്പതി ജനമേജയനോട് പറഞ്ഞു, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇന്ദ്രൻ അമൃതപാനം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ദ്രൻ ഒരിക്കലും മരണം ഉണ്ടാവില്ല. അപ്പം ജീവിയുടെയും സൽഗതിയും മരണവും സദ്ഗതിയും എല്ലാം തീരുമാനിക്കുന്നത് സ്വകർമ്മങ്ങളാണ്. അതുകൊണ്ട് കർമ്മമില്ലാതെ സുഖദാതാവായി മറ്റാരുമില്ല. അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ പ്രാരബ്ധ കർമ്മത്തിനനുസരിച്ചാണ് ഓരോന്ന് ചെയ്യുന്നത്. പരീക്ഷത്തിന് അങ്ങനെ ഒരു ശാപം കിട്ടിയത് പരീക്ഷത്തിന്റെ പ്രാരബ്ധ കർമ്മം കൊണ്ടല്ലേ, പരീക്ഷത്ത് ഒരു തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ. അതുകൊണ്ട് നീ ആഭിചാര കർമ്മം ഉപേക്ഷിക്കണം എന്ന് ജനമേജയനെ ദേവഗുരുവായ ബൃഹസ്പതി ഉപദേശിച്ചു. അത് ജനമേജയൻ കേട്ടിട്ട് ബൃഹസ്പതിയുടെ വാക്കിനെ ആദരിച്ചുകൊണ്ട് ജനമേജയൻ സർപ്പസത്രം ഇല്ലാതെയാക്കി. അങ്ങനെ അപ്പം ശൗനകൻ പറഞ്ഞു, വ്യാസശിഷ്യരും വേദാചാര്യം. അങ്ങനെ പിന്നത്തെ ജന്മത്തില് ഭഗവാൻ വ്യാസദേവനായിട്ട് വന്നുകൊണ്ട് എല്ലാ മുഖാമുഖം പറഞ്ഞുകൊണ്ടിരുന്ന വേദങ്ങളെയൊക്കെ വ്യസിച്ച് 4 വേദങ്ങളാക്കി മാറ്റി അവർ ഓരോരുത്തർക്കും തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കും. ഋഗ്വേദം പൈലൻ എന്നുള്ള ശിഷ്യനും, പിന്നെ രജുർവേദം വൈശമ്പായൻ എന്ന ശിഷ്യനും, പിന്നെ സാമവേദം ജൈമിനി എന്ന ശിഷ്യനും, അഥർവവേദം സുമന്ത് എന്ന ശിഷ്യന് വ്യാസദേവൻ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ വീണ്ടും ചരക എല്ലാവരും വന്ന് സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആശ്രമസ്ഥാനത്തിൽ അങ്ങനെ വന്നിട്ട് പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ജൈമിനിയുടെ പുത്രൻ സുമന്ത് വന്ന മുനി അങ്ങനെ പിന്നെ എന്റെ ഉപസംഹരിക്കാൻ നോക്കുകയാണ്. ശൗനകൻ പറഞ്ഞു, ഭാഗവതമ, അങ്ങ് സമസ്ത സിദ്ധാന്തങ്ങളും അറിവുള്ളവനാണല്ലോ. ക്രിയായോഗം അറിയാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ. ഇങ്ങനെ അവരുടെ സത്രത്തിലെ ഓരോ കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ട് പോവുകയാണ്. അത് നമുക്ക് നമ്മുടെ ഉപസംഹാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലയോ ബ്രാഹ്മണരെ, മനുഷ്യർ കേൾക്കേണ്ടതും ഭഗവാന്മാർ എന്നോട് ചോദിച്ചതുമായ വിഷ്ണു ചരിതം, അതായത് ഭാഗവതം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ സർവ പാപഹരനും ഇന്ദ്രിയ നിയന്താവും ഷഡ്ഗുണ പരിപൂർണനും സർവകാരണഭൂതനും ഭക്തജന പരിപാലകനുമായ സാക്ഷാൽ മഹാവിഷ്ണുവിനെയാണ് കീർത്തിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി വിലയങ്ങൾക്ക് അധിഷ്ഠാനവും വേദവേദ്യവുമായ പരബ്രഹ്മത്തിന്റെ ജ്ഞാനവിജ്ഞാനങ്ങളും അവയെ പ്രകാശിപ്പിക്കുന്ന ഉപാഖ്യാനങ്ങളും ഒക്കെ ഈ ഭാഗവതത്തിൽ ഉണ്ട്. ഭാഗവതം അതിശ്രേഷ്ഠമായ ഒരു കൃതിയാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതിന് 18,000 ശ്ലോകങ്ങളാണ് ഈ ഭാഗവതത്തിലുള്ളത്. ശ്രീമദ് ഭാഗവതത്തില് 18,000 ശ്ലോകങ്ങളാണുള്ളത്. ശ്രീമൻ നാരായണൻ സ്വനാഭികമലത്തിൽ വാഴുന്ന ബ്രഹ്മാവിനാണ് ആദ്യമായിട്ട് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തത്. കാരുണ്യപൂർവ്വം ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തത്
ബ്രഹ്മാത്മൈകത്വ ലക്ഷണവും സർവ വേദാന്ത സാരവും അദ്വിതീയനായ സത്വസ്തുവുമാണ് ഈ ഭാഗവതത്തിലെ പ്രതിപാദ്യം. അതുകൊണ്ട് സാധിക്കുന്ന പരമപ്രയോജനം കൈവല്യമാകുന്നു. ഭാദ്രപദ മാസത്തിൽ ചിങ്ങമാസത്തിൽ പൗർണമിയിൽ ഭാഗവത ഗ്രന്ഥം ദാനം ചെയ്യുന്നവർ പരമപദം പ്രാപിക്കും. അമൃതനിധിയായ ഭാഗവതം കേൾക്കാത്ത കാലത്തോളമേ ഇതര പുരാണങ്ങൾ സജ്ജനങ്ങൾക്ക് ഇടയ്ക്ക് ശോഭിക്കുകയുള്ളൂ. ഭാഗവതം കേട്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പുരാണവും നമ്മൾ കേൾക്കേണ്ടതില്ല. സർവ വേദാന്ത സാരമാണ് ശ്രീ ഭാഗവതം. ഭാഗവതാമൃത രസം ആസ്വദിച്ച് തൃപ്തി വന്നവർക്ക് പിന്നെ മറ്റൊന്നിലും രുചി തോന്നുകയില്ല. ഭഗവാന്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു കഥയും കേൾക്കാൻ തോന്നുകയില്ല എന്നാണ് പറയുന്നത്. നദികളിൽ ഗംഗ പോലെയും ദേവന്മാരിൽ വിഷ്ണു പോലെയും വിഷ്ണു ഭക്തന്മാരിൽ ശിവൻ പോലെയും പുരാണങ്ങളിൽ ഭാഗവതം സർവോത്തമമാകുന്നു. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ രൂപത്തെയും കർമ്മമോചന മാർഗത്തെയും ഇതിൽ വെളിവാക്കിയിരിക്കുന്നു. ഇത് ശ്രദ്ധയോടുകൂടി കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർ ഭക്തി നേടി മുക്തരായിത്തീരും. ഭഗവാൻ വാസുദേവന് നമസ്കാരം. സംസാര സർപ്പസന്തുഷ്ടനായ പരീക്ഷത്തിന് മോചനമരുളിയ യോഗീന്ദ്രനും ബ്രഹ്മസ്വരൂപനുമായ ശ്രീ ശുഗന് നമസ്കാരം. ഏതൊരുവന്റെ നാമം കീർത്തിച്ചാൽ സകല പാപങ്ങളും നശിക്കുമോ, ഏതൊരുവനെ നമസ്കരിച്ചാൽ സകല ദുഃഖവും നീങ്ങുമോ, ആ പരമേശ്വരനായ ഹരിയെ ഞാൻ നമിക്കുന്നു. സർവകൃഷ്ണാർപ്പണമസ്തു. ഭാഗവതം കഥ ഇവിടെ സമാപ്തം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്കത് പറഞ്ഞു തീർക്കാൻ സാധിച്ചു. വല്ലാത്തൊരു ഭഗവാന്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. നമുക്കത് പറയാനും മുടങ്ങാതെ പറയാനും കേൾക്കാനും അത് നിമിതയെ പോലെ ഒരു വളരെ എന്താ പറയാ വളരെ പിന്നെ ശ്രദ്ധയോടുകൂടി അത് റെക്കോർഡ് ചെയ്തു തരാനും ചെയ്തത് വളരെ സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് കായേന വാചാ മനസേന്ദ്രിയൈർവാ ഭക്ത്യാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ്മളെല്ലാവരും നമ്മളെ നിമിത